ആനന്ദേട്ടനെ വളരെ വർഷങ്ങളായിട്ട് അറിയാം. ആനന്ദേട്ടൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ആനന്ദേട്ടൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞാൻ കുറേ സഞ്ചരിച്ചിട്ടുണ്ട്. അസുര ഇറങ്ങിയ സമയം മുതൽ തന്നെ ആനന്ദേട്ടൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോകം വളരെ വളരെ മനോഹരമാണ്. കാഴ്ചകൾ കൊണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ പുസ്തകത്തിലൂടെ നമുക്ക് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് കടന്നു പോകാൻ കഴിയുന്നത് എനിക്ക് വളരെ രസകരമായിട്ടും വളരെ അഡ്വഞ്ചറസ് ആയിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട്. അതാണ് ആനന്ദേട്ടൻ്റെ പുസ്തകങ്ങളോട് തോന്നിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരിഷ്ടം. ആനന്ദേട്ടനോട് ആദ്യം ചോദിക്കുന്നത്, ഇവിടെ തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നുള്ള ഒരാൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചെന്ന് തോന്നുന്നല്ലേ? എന്തിനാണ് മലയാളത്തിൽ എഴുതിക്കൂടെ? ഇംഗ്ലീഷിൽ എഴുതി ഇത് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ? ഇംഗ്ലീഷിൽ എഴുതിയതിൻ്റെ കാര്യം എന്താണ്? അങ്ങനെ തീരുമാനിച്ചത് എന്തിനാണ്? അല്ല, തുടങ്ങിയത് മലയാളത്തിൽ നിന്നാണ്. ഞാനിവിടെ തൃപ്പൂണിത്തുറ എൻ്റെ വേറൊരു ക്ലാസ്മേറ്റും കൂടി ഇവിടെ വന്നിട്ട് പോയിട്ട്, സുരേഷ് എൻ്റെ അപ്പൂപ്പനെ പോലെ ഇരിക്കും. എൻ്റെ ക്ലാസ്മേറ്റാണ് സുരേഷ് എറിയാട്ടെ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ സിനിമയിൽ. ബോംബെയിലും പല പ്രൊജക്ട്സും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങിയത് മലയാളത്തിലാണ്. ഞാൻ വേറൊരു പേര് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ കഥകളൊക്കെ മലയാളത്തിൽ എഴുതിയിട്ടാണ്. അപ്പോൾ ജോലി മടുത്തിട്ടാണ് പണി. സാധാരണ മലയാളികൾക്കുള്ളൊരു സൂക്കേടുണ്ടല്ലോ, ആദ്യം ഒരു ജോലി കിട്ടിയിട്ട് ലീവ് എടുക്കുക എന്ന് പറയുന്ന പോലെ ഉള്ളൊരു പരിപാടി. ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ കളയണം എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച്. ഇത് എങ്ങനെയെങ്കിലും ഈ പരിപാടി തീർത്ത് മതിയാക്കിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇന്ത്യൻ ഓയിലായിരുന്നു ജോലി. അപ്പോൾ ഒരു എണ്ണ വിൽക്കണ പണിയാണ്, മാർക്കറ്റിങ്ങിലാണ്. എണ്ണ അതായത് ആരും മേടിക്കാത്ത സാധനമാണല്ലോ ഈ പെട്രോളും ഡീസലും. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വിൽക്കലായിരുന്നു ഈ പണി. ഇത് ചെയ്ത് മടുത്തു കഴിഞ്ഞപ്പോൾ സാധാരണ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ ലൈഫിൽ? മിക്കവർക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഞാൻ അസുരയിലത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു മിഡിൽ ക്ലാസ് മലയാളിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. എന്താ പറയുക, ആദ്യം പഠിക്കുക, കുറെ നുണകൾ പറയും വീട്ടിൽ നിന്ന് അല്ലേ? പഠിക്കുക, നന്നായിട്ട് പഠിക്കുക, അത് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീരും. അത് കഴിഞ്ഞാൽ ജോലി കിട്ടിയാൽ എല്ലാ പ്രശ്നം തീരും. 10ാം ക്ലാസ് പാസ്സായി കിട്ടിയാൽ മതി, കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കോളേജിലെത്തിയ കോളേജിൽ പാസ്സായാൽ മതി, പ്രശ്നം തീർന്നു. കല്യാണം കഴിച്ചാൽ മതി, എല്ലാ പ്രശ്നം തീർന്നു. ആര് നുണ പറഞ്ഞു തരും. അങ്ങനെ ഒരു 30-34 വയസ്സായപ്പോഴേക്കും ഇത് ഈ പറഞ്ഞ എല്ലാം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി, സർക്കാർ ജോലിയായി, വീട് വെച്ചു, എല്ലാ സന്തോഷങ്ങളും കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യുന്നുള്ള പ്രശ്നം വന്നതോടുകൂടിയാണ് ബോറടിച്ചിട്ട് വയ്യ. പിന്നെ നല്ല സുന്ദരനായ, സുമുഖനായ, സുശീലനായ ഒരു ബോസിനെയും കിട്ടി. ശരി, അമ്മാര് ചീത്തയാണ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ. അപ്പൊ ഇത് എങ്ങനെ, അത് ഞാൻ എൻ്റെ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അസുരാവേ എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും എങ്ങനെ അസുരന്മാരാവണം, ഈ കലിയുഗത്തിൽ അസുരനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എങ്ങനെ എല്ലാവരും അസുരന്മാരാവണം എന്നുള്ളൊരു ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളന്ന് സെയിൽസ് ഓഫീസേഴ്സാണ്, ഇന്ത്യൻ ഓയിലിലെ സെയിൽസ് ഓഫീസേഴ്സാണ്. ഇയാൾ എല്ലാവരെയും ചീത്ത വിളിക്കും. രാവിലെ എനിക്ക് ചീത്ത വിളിക്കും, പിന്നെ അത് തുടക്കമാണ്, പിന്നെ രാത്രി വരെ ചീത്ത വിളിക്കും. മാർക്കറ്റിംഗിലാണല്ലോ, എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. ഈ എണ്ണയിൽ എന്ത് ടാർഗറ്റ്, പക്ഷെ അതിൽ ചീത്തയാണ്. അപ്പോൾ നമ്മൾ പകരം വീട്ടിട്ടുണ്ട്. ഒരു തവണ ഇയാളെ എറണാകുളത്ത് എക്സിബിഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് അഗ്രികൾച്ചറൽ ഫാം, പന്നി വളർത്തലിൻ്റെ ഒക്കെ എക്സിബിഷനാണ്. ഇയാളെ ഞങ്ങൾ റിവ്യൂവിന് വിളിച്ച സമയത്ത് ഞങ്ങൾ പോയിട്ട്, അന്ന് മൊബൈൽ ഫോൺ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ വിളിച്ചാൽ ഫോണ് കറക്റ്റ് സമയത്ത് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ചീത്ത വിളിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. ഈ മീറ്റിങ്ങിന് മുമ്പ് തലേദിവസം ഞങ്ങൾ പോയിട്ട് എല്ലാ ഫോമിലും ഇയാളുടെ പേര് എഴുതി വെച്ചു. പന്നി വളർത്തലിന്, കോഴി വളർത്തലിനൊക്കെ എൻക്വയറി ഫോമിൽ ഇയാളുടെ പേര് എഴുതി എക്സിബിഷൻ ഹാളിൽ ഇട്ട് കൊടുത്തു. അങ്ങനെ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഇയാൾക്ക് ഫോണോട് ഫോണ്, പന്നി എപ്പോൾ ഇറക്കണം, കോഴിത്തീറ്റ വേണോ, കാലിത്തീറ്റ വേണോ എന്ന് പറഞ്ഞ് ഫോണോട് ഫോണ്. അങ്ങനെ ആ മീറ്റിംഗ് കൊളാക്കി. ഇങ്ങനെ സുന്ദരമായിട്ടൊരു ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ കോളേജിൽ വെച്ച് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ വരയ്ക്കുക. പ്രത്യേകിച്ച് പ്രൊഫസർമാരുടെയൊക്കെ കാർട്ടൂൺ ക്ലാസ്സിൽ കയറുന്ന ദിവസങ്ങളിൽ അന്ന് മാത്രം പ്രൊഫസർമാരുടെ കാർട്ടൂൺ വരയ്ക്കുക, കൊമ്പ്, വാല് മുതലായ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പരിപാടികളൊക്കെ, ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് കാർട്ടൂണിലാണ് ഏറ്റവും കൂടുതൽ ഇത് കിട്ടിയിരുന്നത്, പ്രൈസ് കിട്ടിയിരുന്നത്. പരീക്ഷ ഒന്നും പാസ്സാറുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് കാർട്ടൂണ് വീണ്ടും ചെയ്തു തുടങ്ങി. ഇങ്ങനെ ടോം സാറിൻ്റെ ബോബനും മോളിയിൽ ആണ് ആദ്യം നടുക്കത്തെ പേജിൽ കുറച്ച് കാർട്ടൂൺസ് വന്നത്. അതാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് വന്ന വർക്ക്. പിന്നെ അന്ന് ഇല്ലുസ്ട്രേറ്റഡ് വീക്കിലി തീരാറായി അതിൻ്റെ. പക്ഷെ ആ സമയത്ത് അവർ എൻ്റെ ഇട്ടുകൊണ്ടാണോ തീർന്നതെന്നറിയില്ല.
അതിലും കുറച്ച് സാധനം വന്നിരുന്നു. പക്ഷേ അന്നത്തെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കല പരിപാടി ചെയ്തിട്ട് ജോലി അങ്ങ് കളയണം, എങ്ങനെയെങ്കിലും ജോലി കളയണം. അതിനാണ് നടക്കണത്. പക്ഷെ ഈ കാർട്ടൂൺ വരച്ചാൽ കിട്ടുന്ന 50 രൂപയാണ്. 50 രൂപ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് കിട്ടിയാലും ജീവിക്കാൻ പറ്റൂല. 50 രൂപയാണ് കിട്ടണത്. അപ്പൊ പിന്നെ കഥ എഴുതാൻ തീരുമാനിച്ചു. അപ്പൊ അന്ന് കണ്ണൂരാ താമസം. അന്ന് ആനന്ദൻ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഈ ടിക്ടോക്ക് പാക്കനാറിലൊക്കെ പാരഡി ഗാനം, പിന്നെ കുറെ ഹാസ്യ കഥകള്, മിക്കവാറും ആക്ഷേപഹാസ്യമാണ്. അപ്പൊ അന്ന് അതൊക്കെ കുറേ സാധനം ഒരു 10-12 പബ്ലിഷ് ചെയ്തു. ചെറിയൊരു പ്രൊമോഷൻ കിട്ടി, 200 രൂപ കിട്ടും കഥ അന്ന് കിട്ടുമ്പോൾ. അപ്പൊ അത് വെച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ് പെയിന്റിങ്ങിലേക്ക് തിരിഞ്ഞു. കാരണം പേപ്പറിൽ വായിച്ച MF ഹുസൈൻ പെയിന്റിങ് വിറ്റ് 13 കോടി രൂപ കിട്ടിയെന്ന് പറഞ്ഞ് പെയിന്റിങ് തുടങ്ങി. കുറേ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരാളെ കൊണ്ട് കാണിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഹോബി ആയിട്ട് വരയ്ക്കാം, ഇതാരും കാശ് കൊടുത്ത് മേടിക്കുന്നത് നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതവിടെ നിന്ന് കുറേ പെയിന്റ് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഇടയ്ക്ക് ഇപ്പോഴും ചെയ്യും. അത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു, ഇത് ഈ അപ്രോച്ച് ശരിയല്ല. നമ്മൾ ചെറുതായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. വലുതായിട്ട് ആലോചിക്കണം, ഇംഗ്ലീഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഭാഷ മാറിയത്. അങ്ങനെയാണ്. അപ്പോൾ അതിൽ 1-2 കാര്യം പറഞ്ഞിരുന്നു. അന്ന് വേറൊന്നിനും കുറവില്ലെങ്കിലും അഹങ്കാരത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എഴുതിയ വാക്ക് ഈ ബുക്ക് 10 ലക്ഷം കോപ്പി വിൽക്കുന്നുള്ളതായിരുന്നു. ഒറ്റ ആദ്യത്തെ അക്ഷരം എഴുതുന്നതിന് മുമ്പ് ബുക്കിന്റെ. എപ്പോഴും ഉണ്ട്, ഫസ്റ്റ് എഴുതി വെച്ചൊരു സാധനമാണ് ഇത് 10 ലക്ഷം കോപ്പി വിൽക്കുന്നു. ഇപ്പോഴതിൽ വിഷമമുണ്ട്. അന്ന് 10 കോടി എഴുതണമായിരുന്നു. അന്ന് ചെറുതായിട്ട് ചിന്തിച്ചു എന്നുള്ളതാണ് ഇപ്പൊ തോന്നുന്നത്. അന്ന് എല്ലാവരും കളിയാക്കി ചിരിച്ചൊരു സാധനമാണ്. ഞാനും തമാശക്ക് എഴുതിയതാണ്. പക്ഷെ അസുരയുടെ ആദ്യത്തെ വാക്ക് എഴുതുന്നതിന് മുമ്പ് ടുമോറോ ഈസ്, പിന്നെ നല്ല ഞാനിപ്പോൾ ചേച്ചിയുണ്ട് ഇവിടെ, ജ്യോതിഷമൊക്കെ 20 കൊല്ലമായിട്ട് ജ്യോതിഷം പഠിക്കണം. അപ്പം അന്നേ ചെറുത് മുതലേ ഞാൻ റബലാ. അപ്പോൾ പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഏതെങ്കിലും സ്റ്റേജിൽ കയറുമ്പോൾ വലതുകാല് വെച്ച് കയറാന്ന് ചെറുതി പറയുമ്പോൾ ഞാൻ ഇടതുകാല് വെച്ച് കയറും. ഇപ്പം ഇടതുകാല് വെച്ച് കയറിയില്ലെങ്കിൽ വിഷമമാണ്, അയ്യോ ഞാൻ വലതുകാല് വെച്ച് കയറി വെത്തിട്ട്. അതൊരു അന്ധവിശ്വാസം, അതൊരു അന്ധവിശ്വാസമായി. ഇപ്പോൾ ഈ സാധനം മനഃപൂർവ്വം തലതിരിഞ്ഞ് തന്നെ എഴുതിയതാണ് അസുര. ഒരു റെബല്യൻ പോലെ എഴുതിയതാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ദ എൻഡ് ആണ്. അല്ല എഴുതുന്നത് തന്നെ നമ്മൾ സാധാരണ നമ്മൾ കളിയാക്കി പറയുമല്ലോ, ടുമോറോ ഇസ് മൈ ഫ്യൂണറൽ എന്ന്. അതാണ് എന്റെ ബുക്കിലെ ആദ്യത്തെ. രാവണൻ മരിക്കാൻ കിടക്കുന്ന അവിടുന്നാണ് തുടങ്ങുന്നത്. അതെ, അവിടെ നിന്നാണ് രാമസായകമേറ്റ് കിടക്കുന്നിടത്തു നിന്നാണ് അസുര ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് അത് എഴുതുന്ന സമയത്ത് ഇത് ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാലുള്ളൊരു ഗുണം 1-2 കാര്യങ്ങളുണ്ട്. ഈ ഭാഷ കാര്യമായിട്ട് അറിയാത്തൊരു ഭാഷയാണ് ഇംഗ്ലീഷ്. ബേസിക് ആയിട്ടുള്ള സാധാരണ നമുക്ക് അറിയാവുന്ന ഭാഷയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, ഒരു തരൂരിഫിക്കേഷൻ ഉണ്ട് എൻ്റെ ലാംഗ്വേജിൽ. എന്നുവെച്ചാൽ ഞാൻ എഴുതി എങ്ങാനും അറിയാത്ത വാക്കുകൾ വന്നാൽ അത് എടുത്ത് മാറ്റി സാധാരണ ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാവണം. ആശയം ഗഹനമാവാം, പക്ഷെ എഴുതുന്നത് എത്രത്തോളം സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമോ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും എഴുതി വരാനായിട്ട്. ഒരു ഈ ഭാഷയിൽ ഇത് മറയ്ക്കാൻ പറ്റില്ല, കഥയായിട്ട് തന്നെ വരണം. അപ്പോൾ അത് ഇംഗ്ലീഷിലാകുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യമായിട്ട് ഇത് അറിയാത്ത കാരണം അത്യാവശ്യം അറിയാവുന്ന ഭാഷയിൽ ഇത് എഴുതി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ 2 കാര്യമുണ്ട്. ഇപ്പോൾ ഭാഷയിൽ കളിക്കാൻ അറിയാത്തതുകൊണ്ട് വിഷ്വലിൽ കളിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് വിഷ്വൽ ട്രീറ്റ് വന്നത്. വിഷ്വൽ ട്രീറ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകും അസലായിട്ട്. അപ്പൊ അസുര ഇപ്പൊ ഏകദേശം അസുര ഇപ്പൊ 14-15 കൊല്ലമായല്ലോ. 40 ലാംഗ്വേജിന്റെ അടുത്ത് 36 പബ്ലിഷ് ആയി. 40 ലാംഗ്വേജിന്റെ അടുത്ത് കരാറായി. മലയ, ഇന്തോനേഷ്യൻ, ഇന്തോനേഷ്യയിലൊക്കെ ഹിറ്റായി. ജാപ്പനീസ്, എല്ലാ ലാംഗ്വേജിലേക്കും പോയി. കാരണം എന്താ വെച്ചാൽ ഏത് ലാംഗ്വേജിലേക്ക് ഈ സാധനം മാറിയാലും ഇത് വിഷ്വൽ ആയതുകൊണ്ട് ഈസിയാണിത് മാറ്റാനായിട്ട്. അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ഒരു വളഞ്ഞു തിരിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഉത്തരത്തിലേക്ക് വന്നത്. ഓടിച്ചിട്ടാണ് വന്നത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലല്ലോ. ഈ വേറൊരു കാര്യമുള്ളത്, അസുര ഫസ്റ്റ് ബോൾ 6 അടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അനന്തേൻ്റെ ആദ്യത്തെ പുസ്തകം അസുര ഇറങ്ങുന്ന സമയത്ത് 2012 അസുര ഇറങ്ങുന്ന സമയത്ത് ഇത് ഹിറ്റാവും, ഇത് ഹിറ്റായി മാറണം എന്ന് നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം 10 ലക്ഷം കോപ്പി വിൽക്കുന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായിരുന്നു അതിനെ സ്വീകരിച്ചത്? ഇപ്പോൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് എഴുതുന്ന ഒരു റൈറ്റർ ഇംഗ്ലീഷിൽ എഴുതുന്ന വിഷയമാണെങ്കിൽ ഇങ്ങനെ രാവണന്റെ പേഴ്സ്പെക്റ്റീവിൽ രാമായണത്തെ കാണുന്ന ഒരു പുസ്തകം, ഇത് സ്വീകരിക്കപ്പെടുമോ? ഇതെങ്ങനെയായിരുന്നു ഇത് ആളുകളിലേക്ക് എത്തപ്പെട്ടത്? അതിൻ്റെ കഥ എന്ന് പറയാമോ?
ഇത് ആക്ച്വലി നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്തിയതാണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കൂടുതലും മാർക്കറ്റ് റിസർച്ച് ചെയ്യണ സമയത്ത് ഇത് കേട്ടാൽ പേടിയാവും. കുറച്ചൊരു വിവരക്കേട് വേണം എന്ത് സാധനവും ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് കുറേ ഒരു 10-15 റിജക്ഷൻസ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ബോംബെയിൽ ലീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ചെറിയ പബ്ലിക്കേഷൻ ആണ്. പക്ഷെ അവർക്കന്ന് ഒരു പുതിയ എഡിറ്റർ ജോയിൻ ചെയ്തുകൊണ്ട് അവരിത് ചവറ്റോട്ടയിൽ എറിഞ്ഞ സാധനമാണ്. ഒരു 10-15 തവണ ഇത് ചവറ്റോട്ടയിൽ പോയ സാധനമാണിത്. എല്ലാവരും റിജക്ട് ചെയ്തിരുന്നു. എല്ലാ അറിയപ്പെടുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുമാതിരി എല്ലാ പബ്ലിക്കേഷൻസും ഇത് റിജക്റ്റ് ആക്കിയിരുന്നു. ഇപ്പോൾ ഈ ലീഡ് സ്റ്റാർട്ടിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റിട്ടയർ ചെയ്ത് പെൻഗ്വിൻ UK നിന്ന് റിട്ടയർ ചെയ്ത ചന്ദ്രലേഖ മൈത്ര എന്ന് പറഞ്ഞൊരു അവർ വന്നിട്ട് അവര് ചാർജ് എടുത്ത ദിവസം റിജക്റ്റ് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ശരി. അങ്ങനെ പിന്നീട് അറിഞ്ഞാണ് ഞാൻ. അങ്ങനെയാണ് അവരിത് വായിച്ചിട്ട് ഇത് ഭയങ്കര സ്കോപ്പ് ഉണ്ടെന്ന് അവർക്ക് തോന്നുകയും ചവറ്റുകൊട്ടയിൽ നിന്ന് വന്നതാണ്. പക്ഷെ ഇവർക്ക് അന്ന് അടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അതൊരു ഭാഗ്യമായി. ഇവർക്ക് ആകെ 500 കോപ്പിയെ അവർ അടിച്ചുള്ളൂ. 500 കോപ്പിയാണ് ആകെ അടിച്ചത്. എന്നിട്ട് ഇത് ഭയങ്കര ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്നും, ഇവരും പുതിയ കമ്പനിയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഒന്നും അത്ര എളുപ്പത്തിൽ പുതിയൊരു ഓഥറിൻ്റെ അറിയാത്തൊരു ഓഥറിൻ്റെ ബുക്ക് അങ്ങനെ പോവില്ല. അപ്പോൾ ഇവര് ബോംബെയിലെ ക്രോസ് വേർഡിൻ്റെ ഒരു ഷോപ്പിൽ ഇയാളുടെ ഒരു സുഹൃത്തായിരുന്നു മാനേജർ. അയാളെ മണിയടിച്ച് ഒരു 3 ദിവസത്തേക്ക് 500 കോപ്പിയും അവിടെ തന്നെ വെച്ചു. ഒറ്റ സ്റ്റോളിൽ 500 അവിടെ പോവാത്തോണ്ടാണിത്. ഈ അവിടെ ഈ സൗത്ത് ബോംബെയിൽ അവര് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ ഇതേതോ ഭീകര ഓർഡർ 500 കോപ്പി മലപോലെ ബുക്ക്. ഈ ഒരാഴ്ച കൊണ്ട് ഈ ബുക്ക് അങ്ങ് പോയി. 500 വിറ്റു. കാരണം ഇവരുടെ വിചാരം എന്താ വെച്ചാൽ സംഭവമാണ്. സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കണത് ലോകത്തെല്ലായിടത്തും 500 കോപ്പി വെച്ചിറക്കേണ്ടത് ഇതേതോ ഭീകര എഴുത്തുകാരനാണെന്നുള്ളതാണ്. ആകെയുള്ളത് 500 കോപ്പിയാ. ഇതിനെക്കുറിച്ച് ഒരു മാർക്കറ്റിംഗ് ഇത് വിറ്റ് വന്ന് ഇതിലൊക്കെ എല്ലാത്തിനെയും ബെസ്റ്റ് സെല്ലർ റാങ്കിൽ വന്നു. ഇതൊന്നും ഞാൻ അറിയണില്ല. അപ്പോഴും നമ്മളിവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഓയിൽ. ഞാനന്ന് ബെൽഗാമില് ഇന്ത്യൻ ഓയിലിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുക. അവിടെ ഒരു ബുക്ക് സ്റ്റോർ പോലും ഇല്ല ടൗണില്. ഇതൊന്നും പോണെന്ന് ഞാൻ അറിയണില്ല. എന്നിട്ട് ഇയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ച് 500 കോപ്പി പോയിന്ന്. ഞാൻ 500 പോയുള്ളോ? ഇയാൾ എനിക്കിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. 500 കോപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ആ സമയത്ത് അറിയില്ല. ഒറ്റ സ്റ്റോറിന്നാ പോയത്. ഇത് കയറി അങ്ങനെയാണ് ഇത് കയറി കൊളുത്തണത്. ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ അന്ന് പെൻഗ്വിനോ ഹാർപ്പറോ ഇപ്പോൾ അവരൊക്കെയാണ് പബ്ലിഷ് ചെയ്യണത്. അവരത് എടുത്തിരുന്നെങ്കിൽ ഒരു സാധാരണ ബുക്ക് പോലെ അങ്ങ് പോയേനെ. കാരണം ഇങ്ങനൊരു അബദ്ധം അവർ ചെയ്യുമല്ലോ. അവരെല്ലായിടത്തും 2 കോപ്പി വയ്ക്കും. വലിയൊരു ബുക്ക് സ്റ്റോളിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഈ 2 ഉണ്ടാവും. ഒരു 10,000 പേരോ 500 പേരോ ഒരു 10 കൊല്ലം കൊണ്ട് വായിക്കും. സ്വാഭാവികമായിട്ടും പോയേനെ. അപ്പോൾ കുറേയൊക്കെ എന്ന് പറയുന്നത് ഇത് ഭയങ്കര എന്താ പറയുക, ലക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു ഫാക്ടർ ഉണ്ട് എല്ലാത്തിലും. ലക്ക്, വിവരക്കേട് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. അങ്ങനെ ഉണ്ടെങ്കിലേ ഇതൊക്കെ ശരിയാവുന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിലും എല്ലാ സാധനവും ഇങ്ങനെയുള്ള ചില കോയിൻസിഡൻസ് കൂടിയാണ് വന്നിരിക്കുന്നത്. TV-യിലേക്ക് പോയത്, സിനിമയിലേക്ക് പോയതൊക്കെ ഇങ്ങനത്തെ കോയിൻസിഡൻസസ് ആണ് കൂടുതൽ വന്നേക്കുന്നത്. ഏറ്റവും വർക്ക് ചെയ്ത അത്തരം സാധനങ്ങളാണ്. വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു പോകുന്ന സാധനമാണ്. ഈ ആനന്ദന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ അസുര രാവണന്റെ പെർസ്പെക്റ്റീവാണ്. അത് കഴിഞ്ഞ് പിന്നെ അജയ വന്നു കഴിഞ്ഞാൽ അത് ദുര്യോധനാണ്. ഈ അസുരന്മാരുടെ പേഴ്സ്പെക്റ്റീവിലാണ് എല്ലാ പുസ്തകങ്ങളും ആനന്ദേട്ടൻ നോക്കിക്കാണുന്നത്. വൈ അസുരാസ്? ഇത് തൃപ്പൂണിത്തുറക്കാരല്ലേ അസുരന്മാരുടെ സ്ഥല. അതുകൊണ്ട് മാത്രമാണോ അതോ അതിൽ വേറെന്തെങ്കിലും കാര്യം? അല്ല, ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളിത് ഇവിടെ ധാരാളം ഡിസ്കഷൻ നടക്കുന്ന ഒരു കാര്യമായിരുന്നല്ലോ ഇത് എല്ലാ കാലത്തും. നമ്മൾ ഒരിക്കലും ഒരേ പെർസ്പെക്റ്റീവിൽ കാണാതെ, ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊന്നല്ലല്ലോ ഇത്. പല ഭാഷയിലെ പല റൈറ്റേഴ്സും ചെയ്തിട്ട് ഇംഗ്ലീഷിൽ എഴുതിയെന്ന് മാത്രമേ പ്രത്യേകതയുള്ളൂ. ഇപ്പോൾ സിനിമകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ NTR തന്നെ രാവണനായിട്ടും രാമനായിട്ടും രാവണന്റെ പെർസ്പെക്റ്റീവിലൊക്കെ ധാരാളം സിനിമകളിൽ വന്നിട്ടുണ്ട്. വയലാർ രാവണപുത്രി എഴുതിയിട്ടുണ്ട്, താടക എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് കന്നഡയിൽ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് പമ്പ ഭാരതത്തിലും ദുര്യോധന്, ഇവൻ ഊരുബംഗ മുതൽ നമ്മൾ ഊരുബംഗ ഭാസന്റെ ഊരുബംഗ നോക്കുകയാണെങ്കിൽ മുതൽ അതിൽ വരെ ഈ പെർസ്പെക്റ്റീവ് വന്നിട്ടുണ്ട്. പിന്നെ കഥകളിയിൽ കർണന്റെ പെർസ്പെക്റ്റീവിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് പുതിയ കാര്യമല്ല, ഇംഗ്ലീഷിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഈ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വന്ന ഒരു വിസിബിലിറ്റി കൂടുതലായിട്ട് കിട്ടി എന്നുള്ളതാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം എന്ന് പറയാം. ശരി. ഈ ഇപ്പം ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത് മഹിഷാസുരൻ്റെ ഒരു പുസ്തകമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പം അത് ആനന്ദേട്ടൻ വളരെ സ്പെഷ്യലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഒരു വീഡിയോ ഗെയിമിങ്ങിൻ്റെ ഒരു പശ്ചാത്തലം അതിനകത്തുണ്ടെന്ന്, അതിനെപ്പറ്റി ഒന്ന് കൂടുതലായിട്ട് പറയാമോ? എങ്ങനെയാണ് ആ ഒരു കാഴ്ച ചേട്ടന് മുമ്പിലേക്ക് വന്നത് എന്നൊന്ന് പറയാമോ? ഇപ്പോൾ ഇറങ്ങിയത് കുറേ എഴുതി. ഇപ്പോൾ അസുരന്മാരൊക്കെ തീരാറായി. കുറേ
അസുരന്മാരുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞ ജീവിച്ചു പോകുന്നത്. അപ്പോൾ കുറേ ഈ സാധനം ഇതിപ്പോൾ 18ാമത്തെ ബുക്കാണ്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഇതൊന്ന് മാത്രമല്ല ഈ ഫീൽഡ് അങ്ങ് എക്സ്പ്ലോർ ചെയ്തു. നമ്മളിത് വരുന്ന സമയത്ത് ആകെ അമീഷ് ഉണ്ട്, ഞാനുണ്ട്, ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് വന്നത്. അമീഷ് ത്രിപാഠി ഉണ്ട്, എൻ്റെ ബുക്കുണ്ട്, ദേവദത്ത് പട്നായക് ഉണ്ട്, അങ്ങനെ 2-3 പേരുകളെ ഉണ്ടായിരുന്നുള്ളൂ നാഷണൽ ലെവലിൽ ഇത് പോയിരുന്നത്. പിന്നീട് ഇപ്പോൾ ധാരാളം ബുക്കുകൾ വന്നു തുടങ്ങി ഈ ഇതിൽ. അപ്പോൾ നമ്മളൊന്ന് ഗിയർ മാറ്റി പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഈ മഹിഷാസുര എന്നുള്ള ഇത് 2 രീതിയിൽ എഴുതാം. ഒന്ന് മഹിഷാസുരൻ്റെ വ്യൂ പോയിന്റ് എഴുതാം. പക്ഷെ അങ്ങനെ എഴുതി മടുപ്പ് തോന്നിയപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ 7000 BC സെറ്റ് ചെയ്തൊരു സയൻസ് ഫിക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ പുതിയ ബുക്ക് പെൻഗ്വിൻ ഇറക്കിയിരിക്കുന്ന പുതിയ ബുക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ലോകം മായയാണ് എന്നുള്ള മായാവാദത്തിൽ നിന്ന് തുടങ്ങി. പിന്നൊരു സാധനം എല്ലാവരും പറയില്ല ഇതൊക്കെ ഭഗവാന്റെ ലീലയാണെന്ന് പറയില്ല. അത് ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ ഇതെന്താ ഗെയിമാണിത്. അപ്പോൾ ഇതൊരു ഗെയിം, സത്യലോകം എന്ന് മാത്രം വിളിക്കണം എന്തുകൊണ്ടാണ്? ബാക്കി ഒരു സത്യലോകം മാത്രമാണ് റിയൽ വേൾഡ്, ബാക്കിയൊക്കെ മായയാണ്. അങ്ങനെ നോക്കിയിട്ട് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യും. ആ ഗെയിമിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് സെൻറ്റിയൻ്റ് ആവുകയാണ്. അതിൽ അസുരന്മാർക്ക് മനസ്സിലാവും ഞങ്ങളിത് മായയിലുള്ള ആളുകളാണ് എന്ന്. അവർ ഇത് പിടിച്ചടക്കാൻ നോക്കുന്നതും അങ്ങനെ അവർ കുമരീകാണ്ഡത്തിലേക്ക് ദേവാസുര യുദ്ധത്തിൽ ദേവലോകം അസുരലോകം നശിച്ചു പോയിട്ട് ദേവന്മാരും അസുരന്മാരും ഭൂമിയിലേക്ക് വരികയും അന്ന് കുമരീകാണ്ഡം എന്ന് പറയണ നമ്മുടെ തമിഴ് സംഘ സാഹിത്യത്തിലും ഫോക്ലോറിലൊക്കെ വരുന്ന കുമരീകാണ്ഡത്തിൻ്റെ ഇതിൽ ദേവിയാണ് അവിടെ മധുരമീനാക്ഷിയുടെ കഥ തന്നെയാണിത്. മധുരമീനാക്ഷിയുടെ അവിടെ കുമാരികാണ്ഡത്തിലേക്ക് ഈ അസുരന്മാർ വരികയും അവർ സയൻസ് ഉപയോഗിച്ച് മഹിഷാസുരനെ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ശരിക്കും അത് വായിച്ചാൽ നമുക്കൊരു സയൻസ് ഫിക്ഷൻ പോലെയും ദൈവഭാഗതം വായിക്കാം. ശരിക്കും രക്തബീജാസുരൻ, ക്ലോണിംഗ് ഒക്കെ പോലെ അങ്ങനെയും വായിക്കാം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിലാണ് അത്. ആക്ച്വലി ഇത് കഴിഞ്ഞ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് ഇത് ലോഞ്ച് ചെയ്തത്, കഴിഞ്ഞ മാസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആമസോണിൻ്റെ AI ഇതുണ്ട്, AWSൻ്റെ AI സർവീസസ് ഉണ്ട്. അവരിത് കണ്ടു കഴിഞ്ഞ് അവരിത് കുറച്ച് പേര് അവരുടെ കൂട്ടത്തിൽ ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് അവർക്കത് ഇഷ്ടമായിട്ട് എന്നെ അവർ ബാംഗ്ലൂരിലെ കോൺക്ലേവിന് വിളിച്ചിരുന്നു. ആ കോൺക്ലേവിന് വിളിച്ചിട്ട് അവരവരുടെ AI ടൂൾസ് വെച്ചിട്ട് ഒരു 15 സിനിമ എങ്ങോട്ട് പോകണമെന്നുള്ള കൂടി ഒരു കാര്യം പറയാനാണ്. ആ വീഡിയോ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം, കോൺടെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അവരൊരു 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനമാണിത്. ഇതൊരു VFXൽ അല്ലെങ്കിൽ പ്രോപ്പർ ഷൂട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ബാഹുബലിയൊക്കെ നമ്മൾ ചെയ്യാൻ 5 കൊല്ലം എടുത്താണ്. ഇത് 15 മിനിറ്റ് കൊണ്ട് വന്നാണ്. ഇന്നലെ ഇപ്പോൾ ചൈനയുടെ സാധനം ഇറക്കിയിരിക്കണം, അത്രയും കൂടി സമയം എടുക്കാൻ പോകണില്ല എന്നുള്ളത്. അതിലും ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതൊരു ക്രൂഡാണ്, ഇതൊരു പെർഫെക്റ്റ് സിനിമയായിട്ട് കാണരുത്. 15 മിനിറ്റ് കൊണ്ട് പ്രോംപ്റ്റ്സ് ഉപയോഗിച്ചിട്ട് എൻ്റെ ബുക്കിലെ ചില സാധനങ്ങളുടെ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ട്രെയിലർ ഉണ്ടാക്കി തന്നു. അവരുടെ കേപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ അതേപോലെ ഈ കഥയെക്കുറിച്ച് പറഞ്ഞിട്ട് സ്റ്റേജിൽ വെച്ചിട്ട് അവർ ഉണ്ടാക്കി, അവരുടെ ടെക്നീഷ്യൻസ് ഉണ്ടാക്കി തന്ന സാധനമാണിത്. അതൊന്ന് കാണാം. What if the universe you see is not the universe that is? Bhumi is Maya, a staggering simulation, a divine game running on a cosmic plane. Kumari Kanda, a continent of poetry, freedom and fire. Its heart, Madurai, ruled by the jewel Meenakshi, the princess with the soul of a warrior. The creators watch their Leela tremble. The Asuras, masters of logic and science, have nearly solved the final theorem. If they take her, the game collapses. Then we reset it. To protect the illusion, humans are given a structure, not to free them, but to slow them. Varna, hierarchy, Manusmriti, and Kumari Kandam begins to choke. A law that kills dignity is no law. It is a cage. Nakta, Vignani of forbidden science, she who survived the cosmic war. Logic was her faith, curiosity her god.
evolve, surpass your makers. This world will need to reason. She built him as a masterpiece. Meenakshi's corn boss, her anti-Shiva. Karma is not your chain, it is your weapon. Control it, control him. But she forgot the variable science could not delete the human heart. They take her, the game collapses. Shall we reset? സോ സിനിമയുടെ കാഴ്ചകൾ മാറി, സിനിമയുടെ ക്രിയേറ്റീവായിട്ടുള്ള സംബോധന മാറി. 15 മിനിറ്റ് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അതിൻ്റെ ഓഡിയോയിലും അതിൻ്റെ മ്യൂസിക്കിലും അതിൻ്റെ എല്ലാവിധ എഫക്ട്സിലും നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര പെട്ടെന്നാണ് ഇത് മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ആനന്ദേട്ടൻ്റെ എഴുത്തിലും ടെക്നോളജിയുടെ ഒരു ഭയങ്കരമായ കടന്നുവരവുണ്ട്. ആനന്ദേട്ടൻ എഴുതുകയല്ല ചെയ്യുന്നത്, പ്രോംപ്റ്റാണ്, പറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? പറയും. എല്ലാ സാധനവും ചെയ്യാറുണ്ട്. ഞാൻ കൈവച്ച് എഴുതാറുണ്ട്. കൈവച്ച് എഴുതിയ ബുക്കുകളുണ്ട്. പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യുന്ന സ്ക്രീൻ പ്ലേസ് ഉണ്ട്. ബുക്സ് എഴുതാൻ പറ്റില്ല, അത്ര ആയിട്ടില്ല ടെക്നോളജി. അങ്ങനെ ഒരിക്കലും ഇത് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ എഴുതാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് അപ്പോ ആനന്ദേട്ടൻ? എഴുതുന്നത് കൈവച്ചാണ് ഇപ്പോഴും. പേന തന്നെയാണ് ടൂൾ. ഐഡിയേഷൻ കൈവച്ച് പേന വെച്ച് തന്നെ എഴുതണം, അല്ലാണ്ട് കിട്ടില്ല. മെയിനായിട്ട് സ്ക്രീൻ പ്ലേ എഴുതുന്നതിനാണ് ഇത്തരം ഇതിപ്പോ ഞാൻ 18 ബുക്ക് ഉണ്ടെങ്കിൽ ഒരു 1700 മണിക്കൂറിന്റെ സ്ക്രീൻ പ്ലേ ചെയ്ത് കാണും കഴിഞ്ഞ 13 കൊല്ലത്തില്. അതിൽ CK രാം എന്ന് പറഞ്ഞ് സ്റ്റാറിൽ വന്നത്, ചക്രവർത്തി അശോക, പിന്നെ സങ്കട് മോചൻ മഹാബലി ഹനുമാൻ, സോണിയിൽ അടുത്ത് വന്ന ശ്രീമദ് രാമായണം, പിന്നെ ഇതിൽ ദൂരദർശനിൽ വന്ന സ്വരാജ്, അതിപ്പോൾ ആമസോണിലുണ്ട്, പിന്നെ നെറ്റ്ഫ്ലിക്സിൽ സർഫറോഷ്, താജ് C5. ഈ സീരിയൽസ് മുഴുവനും ഇതിൻ്റെയൊക്കെ ഇതൊക്കെ 10 കൊല്ലമായിട്ട് വരുന്നതാണല്ലോ. പക്ഷെ ഇപ്പോൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിമാൻഡ്, ഇതിപ്പോൾ അടുത്ത കാലത്ത് ഒരു 6 മാസമായിട്ട് വന്നതാണ്. ഇപ്പോൾ ഒരു ഫിലിം സൈൻ ചെയ്തിരിക്കുന്നത് ഫുള്ള് എയിൽ എഴുതുന്ന, ഇതേപോലെ എയിൽ ക്രിയേറ്റ് ചെയ്യുന്ന രാമായണമാണ്. ഇപ്പോൾ മഹാവതാര നരസിംഹ വന്ന പോലെ രാമായണം അങ്ങനെ എഴുതുകയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഇപ്പോൾ ടെക്നോളജി വെച്ചിട്ട് തന്നെ നമ്മൾ പ്രോംപ്റ്റായിട്ട് തന്നെ എഴുതണം. ബുക്കുകൾ അത് എടുത്തു തുടങ്ങിയിട്ടില്ല, ബുക്കുകൾ എഴുതാൻ പറ്റില്ല. അങ്ങനെ ബുക്കുകൾ എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. അത് മര്യാദയ്ക്ക് തരില്ല, എല്ലാം ഒരേപോലെ വരും. നമ്മുടെ ഒരു സിഗ്നേച്ചർ വരില്ല അതിൽ. പക്ഷെ സ്ക്രീൻ പ്ലേ എന്ന് പറയണത് ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ആണല്ലോ ശരിക്കും. സ്ക്രീൻ പ്ലേ വേറെ ആരും വായിക്കുന്നില്ല, ഡയറക്ടറും സെറ്റിലുള്ളവരെ വായിക്കുന്നുള്ളൂ. സ്ക്രീൻ പ്ലേ എഴുതാനായിട്ടുള്ള ടെക്നോളജി ആയി. ഈ ഐഡിയോളജി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പം എന്താണ് ആനന്ദേട്ടനെ എഴുതുമ്പോൾ ആനന്ദേട്ടൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, അല്ലെങ്കിൽ ആനന്ദേട്ടൻ്റെ ഒരു ഇപ്പോൾ സ്ത്രീകളെ കുറിച്ചിട്ട് എഴുതുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ആനന്ദേട്ടൻ ഈ അസുരയുടെ ഈ ഒരു ഇതിന് പുറത്തുനിന്ന് തന്നെ ശാന്ത എന്ന് പറഞ്ഞ പുസ്തകം, അതുപോലെ സിസ്റ്റർ ഓഫ് രാവണ, അല്ലേ? അത് മറ്റേ മലയാളത്തിൽ പെൺരാമായണം, ഇംഗ്ലീഷിൽ കുറച്ചും കൂടി കഥകൾ കൂടുതലുണ്ട്. വാൽമീകിസ് വിമൻ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാ ഈ വിമൻസ് ആ ഒരു സ്റ്റാൻഡ് ചെയ്യണം, അത് പറയണം എന്ന് ആനന്ദേട്ടന് തോന്നിയത് എങ്ങനെയാ? അല്ല, അത് ആക്ച്വലി എൻ്റെ പാർട്ട് ഓഫ് ദ സീരീസ് ആണ്. ഞാനിത് തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ അസുര എഴുതിയ സമയത്ത് തന്നെയാണ്, ഏകദേശം അസുര പബ്ലിഷ് ചെയ്ത ഉടനെയാണ് CK രാം വരുന്നത്. അതിൽ രാവണൻ വില്ലനാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹിറ്റായിട്ട് പോയ, മലയാളത്തിൽ വന്നിട്ട് തോന്നുന്നത് ട്രാൻസ്ലേറ്റ്, സങ്കട് മോചൻ മഹാബലി ഹനുമാൻ എന്ന് പറഞ്ഞ് കുറേ കാലം ഓടിയ സീരീസ് എഴുതുമ്പോഴാണ് അതിൽ ബാലിയാണ് വില്ലൻ.
അത് എഴുതുന്ന സമയത്താണ് വാനര എഴുതുന്നത്, ബാലി ഹീറോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പല പെർസ്പെക്റ്റീവിലും ഇത് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ സ്ത്രീ കഥാപാത്രമാണെങ്കിൽ അതിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ക്യാരക്ടറുടെ വീക്ഷണകോണിൽ കൂടി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ല, ഈ ഒരു സ്ത്രീയുടെ സ്റ്റാൻഡ്, ചേട്ടൻ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഒക്കെ അത് ആ സ്ത്രീ ഇപ്പൊ ശൂർപ്പണഖയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ രാമായണം കാണുകയാണെങ്കിൽ അത് ശരിക്കും അത് വേറൊരു രാമായണമായിട്ട് മാറും. അത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരുന്നതാണത്. ഇപ്പോൾ ശൂർപ്പണഖയുടെ മാത്രമല്ല ലക്ഷ്മണൻ മൂക്ക് ചെത്തുന്നത്. ലക്ഷ്മണൻ ഒരു സീരിയൽ മൂക്ക് ചെത്തുകാരൻ പോലെയാണ്. അതിനു മുമ്പും അയോമുഖിയുടെയൊക്കെ ഇതിനു മുമ്പും ഇതേപോലെ നടന്നിട്ടുള്ളതാണ്. മറ്റ് അസുരികളുടെ ഒക്കെ മൂക്ക് ചെത്തിയിട്ടുണ്ട് ലക്ഷ്മണൻ. അതുപോലെ ശൂർപ്പണഖയുടെ മകനെ കൊല്ലുന്നതായിട്ടുണ്ട്. അബദ്ധത്തിലായിട്ടുള്ള വേർഷനും ഉണ്ട്, മനഃപൂർവ്വം കൊല്ലുന്നതായിട്ടുള്ള വേർഷനും ഉണ്ട്, മരമായിട്ട് വന്ന് നിൽക്കുകയും കൊല്ലുന്ന വേർഷനും ഉണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒക്കെ ബേസിക് ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മഹാഭാരതവും രാമായണം. അങ്ങനെ ഒരു ബേസിക് ടെക്സ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ളത്. ഇപ്പൊ മെനി രാമായണാസ് മെനി ലെസൺസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മെനി രാമായണാസ് മെനി ലെസൺസ് ആദ്യം അത് ബുക്കായിട്ട് വന്നതല്ല, അത് ഓഡിബിള് കോവിഡിൻ്റെ സമയത്ത് ആൾക്കാർ പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് ആണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് കുറേ സാധനം എഴുതിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ സോഴ്സ് മെറ്റീരിയൽ വെച്ചിട്ടൊരു നോൺ ഫിക്ഷൻ എഴുതാനൊന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല, കഥ എഴുതി പോകാനായിരുന്നു ഇഷ്ടം. പക്ഷേ നോൺ ഫിക്ഷൻ ഇത് സോഴ്സ് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്തുള്ള സോഴ്സ് മെറ്റീരിയൽസ് വെച്ചിട്ട് അതുവരെ ഞാൻ എൻകൗണ്ടർ ചെയ്ത രാമായണം വച്ചിട്ടൊരു പോഡ്കാസ്റ്റായിട്ട്, അന്ന് ആ സമയത്ത് അത് ഗ്ലോബൽ പോഡ്കാസ്റ്റിൽ നമ്പർ 3 ആയിട്ട് പോയ സാധനമാണത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും വന്നു. അതിനുശേഷം അത് ഹാർപ്പർ അത് ബുക്കാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞു. ആ 5 കൊല്ലത്തിൽ കൂടുതൽ രാമായണങ്ങൾ എൻകൗണ്ടർ ചെയ്തു. അപ്പോൾ അതൊക്കെ ഈ ബുക്കിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സോഴ്സ് ടെക്സ്റ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വാൽമീകി രാമായണം മാത്രമാണ് സോഴ്സ് ടെക്സ്റ്റ് എന്ന്. രസം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 വാൽമീകി രാമായണമെങ്കിലും ഉണ്ട്, ഏറ്റവും കുറഞ്ഞത്. ഡിഫറൻസ് ഉള്ള പല വേർഷൻസ് ആയിട്ടുള്ള 3 വാൽമീകി രാമായണം ഉണ്ട് സംസ്കൃതത്തിൽ തന്നെ. അതുകൂടാണ്ട് ആയിരക്കണക്കിന് രാമായണമുണ്ട്. ഇപ്പോൾ AK രാമാനുജൻ 300 രാമായണം എന്ന് പറയുമെങ്കിലും 300 റിട്ടൺ രാമായണമാണ്. നമ്മൾ ഭാഗികമായിട്ട് ശിഥിലമായിട്ട് കിടക്കുന്ന രാമായണങ്ങളുണ്ട്, പകുതി കഥ മാത്രമുള്ളത്, ഒരു പാർട്ട് മാത്രമുള്ളത്, പാട്ടായിട്ടുള്ളത്, അങ്ങനെ ലക്ഷക്കണക്കിന് വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ശാന്തയുടെ കഥയൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്നത്, ശാന്തയുടെ കഥ ആക്ച്വലി വരുന്നത് രാമന്റെ അനുജത്തിയാണ്, ചേച്ചിയാണ്. രാമന്റെ ചേച്ചിയായിട്ടുള്ള ശാന്തയുടെ കഥ ആക്ച്വലി വരുന്നത് നോർത്തേൺ റിസെൻഷൻ ഓഫ് വാൽമീകി രാമായണത്തിൽ മെൻഷൻ ഉണ്ട് ഇത്. പക്ഷെ കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത് മഹാഭാരതത്തിലെ ചില വേർഷനിൽ, നമ്മുടെ വനപർവ്വത്തിൽ രാമോപാഖ്യാനത്തിൽ ശാന്തയുടെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. വ്യാസന്റെ രാമായണത്തിൽ വ്യാസനാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് ഉള്ളത്. വ്യാസന്റെ സ്ത്രീകൾ ഭയങ്കര ശക്തമാണ്, വാൽമീകിയുടെ ശക്തമാണ്. മധ്യകാലഘട്ടത്തിലെ രാമായണത്തിലേക്ക് വരുന്നതോടുകൂടി സ്ത്രീകൾ പതിവ്രതയും ഭയങ്കര ഡോസയിലായിട്ട് ഭർത്താവ് പറയുന്നത് മാത്രം കേൾക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ പഞ്ചസതി എടുത്താലും ഈ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എല്ലാവരും ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പഴയ ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ശൂർപ്പണഖയുടെ അല്ലെങ്കിൽ ശാന്തയുടെ വീക്ഷണകോണിൽ കൂടി രാമായണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രാമായണമാണ് കിട്ടുക, ടോട്ടലി ഇതായിട്ടുള്ള രാമായണമാണ് കിട്ടുക. അതിൽ ശാന്തയുടെ കഥ തന്നെ പണ്ടേ മനസ്സിൽ കിടക്കുന്ന കഥയാണ്. കാരണം അതിൻ്റെ ഒരു വേർഷൻ നമ്മളെല്ലാവരും പരിചയിച്ചിട്ടുള്ളൊരു വേർഷൻ ഉണ്ടല്ലോ, അത് എടുത്തു പറയുന്നില്ലെങ്കിലും വൈശാലി ശരിക്കും ശാന്തയുടെ കഥയാണ്. അതിൽ വൈശാലി ഞാൻ കാണുന്ന ഗംഭീര സിനിമയാണല്ലോ. വൈശാലി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ടു വളർന്നൊരു ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷെ അതിലെനിക്ക് അന്ന് നമ്മൾ പറഞ്ഞ അടി കിട്ടും, ഇപ്പോൾ പറഞ്ഞാലും ആൾക്കാർക്ക് ഇത് കിട്ടും. എനിക്ക് അതിൽ ക്ലൈമാക്സ് എനിക്കതിൽ ഇഷ്ടപ്പെടാണ്ട് പോയിരുന്നു. കാരണം ഋഷ്യശൃംഖൻ എന്ന് പറയണ, ഞാൻ MT സാറിനെ വിമർശിക്കില്ല കേട്ടോ, അതിനൊന്നും വലിയ ആളല്ല, പക്ഷെ കഥ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഋഷ്യശൃംഖൻ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം കാണിക്കാനില്ല വൈശാലിയോട്. പിന്നെ ഋഷ്യശൃംഖൻ ഇത്ര വലിയ പ്രേമവും കാമവും ഒക്കെ കാണിച്ച് വൈശാലി ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് ലോമവാദൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് യാഗം നടന്നു, മഴ വരുന്നു, ഡാൻസ് കളിക്കണു, എല്ലാവരും ഉടനെ പറയണു എൻ്റെ മോളെ കെട്ടുന്ന. ശരി ചേട്ടാന്ന് പറഞ്ഞ് മോളെ കെട്ടി വൈശാലി പോകണു. ഞാൻ വിചാരിച്ചു ഇതെന്തൊരു ഋഷ്യശൃംഖൻ ഇങ്ങനെയല്ലല്ലോ പുരാണത്തിൽ, ഇതെന്തൊരു ഋഷ്യശൃംഖനാണെന്ന്. അവിടെ നിന്നാണ് അന്ന് മുതൽ ഞാനിത് അന്വേഷിക്കുക. അപ്പോൾ വേറെ മഹാഭാരത വേർഷൻസിൽ
ശാന്ത തന്നെ പോകുന്ന വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ MT സാർ എടുത്തിരിക്കുന്നത് മലയാളം ട്രാൻസ്ലേഷനിൽ വന്ന മഹാഭാരത് വേർഷനിൽ അതിൽ പറയേണ്ട ഗണിക സ്ത്രീകളെയാണ് വിട്ടേക്കുന്നത് എന്നുള്ളത്. അതിനുശേഷം ശാന്തയെ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷെ വ്യാസൻ എങ്ങനെ എഴുതുന്നു എനിക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വ്യാസന്റെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇത്ര സ്ത്രീ കഥാപാത്രമായാലും പുരുഷ കഥാപാത്രമായാലും ഇങ്ങനെ പോവില്ല, അന്തോ ബന്ധമില്ലാണ്ട് പോവില്ല. ഋഷ്യശൃംഗന്റെ ക്യാരക്ടർ ആലോചിച്ച് നോക്കുക ഇങ്ങനെ വരുമ്പോൾ. ആ പെണ്ണ് എവിടെ നിന്ന് ചോദിക്കുന്ന പോലും ഇല്ല അയാള്. അപ്പോൾ ഈ ടെക്സ്റ്റ് അതായിരിക്കില്ല എന്നൊരു തോന്നൽ വന്നതിന് ശേഷമാണ് അപ്പോഴാണ് ശാന്ത തന്നെ പോയി ഋഷ്യശൃംഗനെ കൊണ്ടുവരുന്ന വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലിക്കായി എനിക്ക്. അപ്പോൾ ആ കഥയാണ് ഞാൻ ശാന്തയിൽ എഴുതിയത്. ഇപ്പോൾ വൈശാലിയുടെ കഥ തന്നെ, പക്ഷെ വൈശാലി ഇല്ല അതിൽ, ശാന്ത തന്നെ പോവാണ്. അപ്പോൾ ശാന്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എലിവേറ്റഡ് ആവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐറണി നോക്കുക. ദശരഥൻ പുത്രകാമേഷ്ടിയാണ്, ഒരു പുത്രി ഉണ്ടായിട്ടും പുത്രകാമേഷ്ടിയാണ് നടത്തുന്നത് ദശരഥൻ. എന്നിട്ട് ഒറ്റ പുത്രന്മാരും ഇല്ല അടുത്ത്, ശാപം കൊണ്ടാണ്. പക്ഷെ ഒറ്റ പുത്രന്മാരും അടുത്തില്ല. പുത്രി മാത്രമാണ് ഈ പറയുന്ന വേർഷൻസിൽ മരിക്കുന്ന സമയത്ത് അടുത്തുള്ളത്, ശാന്ത മാത്രമാണ് അടുത്തുള്ളത്. അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ശാന്തയുടെ കഥ അങ്ങനെ എഴുതുന്നത്. അതുപോലെ ശൂർപ്പണഖയുടെ കേസിൽ ശൂർപ്പണഖയുടെ ഭർത്താവിനെ കൊല്ലുന്നത്, വിദ്യുജിഹ്വനെ കൊല്ലുന്നത് രാവണനാണ്. രാവണനാണ് വിദ്യുജിഹ്വനെ കൊല്ലുന്നത്. അപ്പോൾ ഭർത്താവ് മരിക്കുന്നു, മകനെ ലക്ഷ്മണൻ കൊല്ലുന്നു. അപ്പൊ ശൂർപ്പണഖ പറയുന്നത് ഞാൻ ചെയ്ത ആകെ ഒരു തെറ്റ്, ഞാൻ രാമനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഞാൻ സ്നേഹിച്ച പുരുഷനെ ആണധികാരത്തിന് വേണ്ടി വെട്ടി നുറുക്കാണ്. ആദ്യം എൻ്റെ ആങ്ങള ചെയ്തു, പിന്നെ മര്യാദാ പുരുഷോത്തം എന്ന് പറയുന്ന അങ്ങേര് നോക്കി നിന്നു, അദ്ദേഹത്തിൻ്റെ അനിയൻ ചെയ്യുന്നു. എന്നിട്ട് ശൂർപ്പണഖയും സീതയും കണ്ടുമുട്ടുന്നതാണ്. സീതയെ പരിത്യാഗം ചെയ്യുമ്പോൾ, ഗർഭിണിയായ സീതയെ പരിത്യാഗം ചെയ്യുമ്പോൾ ശൂർപ്പണഖയും സീതയും തമ്മിൽ കണ്ടുമുട്ടുന്ന രീതിയിലാണ് അതിൽ ആ കഥ ഞാൻ എഴുതി പോയിരിക്കുന്നത്. അതിൽ ശൂർപ്പണഖ ചോദിക്കുന്നുണ്ട് സീതയോട്, ഞാൻ സ്നേഹിച്ച രാമനായി ഞാൻ എൻ്റെ മൂക്കും മുലകളും നൽകി, നീ എന്താണ് നൽകിയത് സീത എന്ന് ചോദിക്കുന്നു. ഭയങ്കര വളരെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ളൊരു ചോദ്യമായിരിക്കുമല്ലോ അത്. ചേട്ടാ, ഇതേപോലെ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് മറ്റേ ഓഡിയോ ബുക്സിൻ്റെ കാര്യമായിരുന്നു നമ്മൾ സംസാരിച്ചത്. ഒരു ഓഡിയോ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയാണ് ഈ നളനെയും ദമയന്തിയെയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ നളദമയന്തി, ഇപ്പോൾ ഈ നളനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് നിഷധ രാജാവ്. ഇപ്പോൾ അതിൽ പക്ഷേ നളദമയന്തിയിൽ, ചേട്ടൻ്റെ നളദമയന്തിയിൽ നളനൊരു നിഷാദനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, ഒരു കാട്ടാളനായിട്ടും അതിനൊരു കാരണമുണ്ട്. ഇപ്പം മധ്യപ്രദേശിൽ ഭീൽ സമുദായത്തിലും അവിടെ ഇവിടെയൊക്കെ അവർ നളൻ്റെ ആൾക്കാരാണെന്ന് അവർ പറയേണ്ടത്, അവർ നിഷാദന്മാരെന്നുള്ളതും അവരവരുടെ രാജാവായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് യൂസ് ചെയ്യലാണ് ഏറ്റവും നല്ലതെന്നുള്ളത് തോന്നിയുകൊണ്ട് തന്നെയാണ്. കാരണം ഇത് ഈ നമ്മളിവിടെ നളദമയന്തി കഥകളിൽ കാണുന്നത് ഒരു വരേണ്യവർഗത്തിൻ്റെ കഥയാണ്. ഈ കഥകൾ ഫോക്ലോറായിട്ട് വരുന്നത് അവരുടെ കഥയായിട്ട് അവരുടെ രാജാവായിട്ടാണ് കാണുന്നത്, നിഷാദ രാജാവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ആ വേർഷൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നളദമയന്തി ഓഡിയോ ഡ്രാമയാക്കിയ സമയത്ത് അതിൽ പ്രിയനാണ് മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തതും അതിൻ്റെ വോയിസ് കൊടുത്തതും. ഒരു കഥാപാത്രം മലയാളം ഡ്രാമയാക്കിയപ്പോൾ ഒരു കഥാപാത്രം ഞാനും ആക്ട് ചെയ്തിട്ടുണ്ട്. ഋതുപർണനായിട്ട് അഭിനയിച്ചത് ഒരു കഥാപാത്രമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 9 ലാംഗ്വേജിൽ സ്റ്റോറി ടെല്ലിൽ ഒന്നിച്ചിറക്കിയതാണ് നളദമയന്തി. അത് സാധാരണ ഇതൊരു ഭയങ്കര എന്താണ് വിധിയുടെ വിളയാട്ടമായിട്ട് പറയുന്ന കഥയാണ്. ശരിക്കും നമ്മൾ മഹാഭാരതത്തിൽ നളദമയന്തിയുടെ കഥ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈക്കിംഗ് ആവുന്നത് ദമയന്തിയുടെ ക്യാരക്ടറാണിത്. ഇത് നളൻ്റെ കഥയല്ല, ദമയന്തിയുടെ കഥയായിട്ടാണത് ശരിക്കും വായിച്ചു കഴിയുമ്പോൾ. ഞാനപ്പോൾ അത് ദമയന്തിയുടെ ആയിട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാനിതൊരു ഡിസ്നി ഫിലിം പോലെ ഇതൊരു കുറച്ച് കോമഡിയൊക്കെ ആയിട്ടാണ് ഈ നളദമയന്തിയുടെ കഥ എഴുതിയത്. അപ്പോൾ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള, അതായത് വിധിയുടെ വിളയാട്ടമല്ല, വിധിയെ വെല്ലുന്ന മനുഷ്യരായിട്ടാണ് അതിൽ ഇതിൻ്റെ ക്യാരക്ടറൈസേഷൻ. ഇതിൻ്റെ ഈ പുസ്തകം നളൻ്റെ ദമയന്തി എന്നുള്ള പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകവും എഴുതുമ്പോഴും, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ പരിചയിച്ച നളനും ദമയന്തിയും അല്ലെങ്കിൽ നമ്മൾ കഥകളിയിലോ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ പോലെ അല്ല, അതല്ലാതെ വളരെ മാനുഷികമായി നളനെയും ദമയന്തിയെയും അവരുടെ പ്രണയത്തെയും വളരെ മനോഹരമായി വരച്ചിട്ടിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ്. അത് തുടങ്ങണ തന്നെ ബ്രഹ്മാവ് ഗതികെട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും. ഉറക്കം ശരിയാവണില്ല ബ്രഹ്മാവിന്. എങ്ങനെയാണല്ലോ തുടങ്ങണത്? ഉറക്കം ശരിയാവുന്നില്ല. കാരണം ഈ ബ്രഹ്മാവ് കുറേ സൃഷ്ടികൾ ഉണ്ടാക്കി. അതെ. പക്ഷെ ഒരു ഹറാം പറഞ്ഞ സൃഷ്ടി ഉണ്ടാക്കിയത് മനുഷ്യനെയാണ്. ഇവര് സ്വൈര്യം കൊടുക്കണില്ല ബ്രഹ്മാവിന്.
ഫുൾ ടൈം എനിക്ക് അത് ഇതാന്ന് പറഞ്ഞ് വിളിയാണ്. ബാക്കി ഒരു മൃഗങ്ങളും പ്രാർത്ഥിക്കാനില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് തുടങ്ങണത്. ഫുൾ ടൈം എനിക്ക് അത് കൊണ്ടുപോകാം ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞ് നിലവിളിയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയും ഞാൻ ഇത് റീസെറ്റ് ബട്ടൺ അമർത്താണ്, ഇതിനെ ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്കിത് ഈ സൃഷ്ടി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ഇതിൽ ഈ പെയിന്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രഷ് തെന്നിപ്പോയതുപോലെയാണ് ഈ മനുഷ്യൻ. ഇതങ്ങ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഭൂമി വലിയ സന്തോഷമായിട്ട് അങ്ങ് പോകും. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബ്രഹ്മാവിന്റെ കൂടെ ഹേമാങ്കൻ എന്ന് പറയുന്ന ഹംസമുണ്ട്. ആ ഹംസം കയറി പിടിക്കുകയാണ്. ഹംസം കയറി പിടിച്ചിട്ട് പറയുന്നു, അരുത്, അങ്ങ് ഇത് ചെയ്യരുത്, ദയവായി ചെയ്യരുത്. ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങ് ഉണ്ടാക്കിയ ഒരു ഭൂമിയല്ലേ, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഭൂമി, മലകള്, പൂക്കള്, മരങ്ങളൊക്കെ ഉണ്ടാക്കിയ ഈ സാധനത്തെ അങ്ങ് എന്തിനാണ് ഇല്ലാണ്ടാക്കുന്നത്? അതെല്ലാം ഉണ്ടാക്കി, പക്ഷെ ഇങ്ങനെ ഒരു സാധനത്തിന് ഉണ്ടാക്കിയല്ലേ ഞാൻ, അതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടെന്ന് വെക്കുന്നത്. അതിനിപ്പോ മനുഷ്യരെ ഉണ്ടാക്കിയത് അങ്ങ് തന്നെയല്ലേ, അങ്ങയുടെ സൃഷ്ടി അങ്ങ് തന്നെ അങ്ങനെ തുടച്ചു കളയുന്നത് ശരിയാണോ? പക്ഷെ ഇത് 1 കിൻഡൽ സ്വാർത്ഥത, 1 ടണ്ണ് വൈരാഗ്യം, വാശി, ഇങ്ങനെ ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിടത്തില്ല. അങ്ങനെയാണോ അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇത് ഇതങ്ങ് വേണ്ട, തീർത്ത് കളയാന്ന് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള 2 മനുഷ്യരെ ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ അങ്ങ് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുമോ? നടക്കണ കാര്യം വല്ലതും പറയാം. അല്ല, ഞാനിപ്പോ അതിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഹേമാങ്കൻ ഇതാ ഇപ്പൊ തന്നെ ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ്. എന്നാ നീ പോയിട്ട് വാ, പോയി നോക്കാം. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് തരാമെങ്കിൽ ഈ പരിപാടി വേണ്ടെന്ന് വെക്കും. അതായത് ഒരു കണ്ടീഷൻ ഉണ്ട് ഇതില്. അതായത് ഇപ്പൊ സ്നേഹം, അത് സൗന്ദര്യം, സ്റ്റാറ്റസ്, പൈസ, സാമ്പത്തികം, ഇതൊക്കെ നോക്കിയിട്ടുള്ളത്. ഇതൊന്നും ഇല്ലാണ്ടായാലും ഈ സ്നേഹം നിലനിൽക്കുന്ന ഒരു ജോഡിയെ കാണിച്ചു തരികയാണെങ്കിൽ ഒരു ചാൻസും കൂടി കൊടുക്കാം മനുഷ്യന്മാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ചലഞ്ച് എടുത്തിട്ട് ഹേമാങ്കൻ അങ്ങ് പോവാ. ഇങ്ങനെ ഒരു ചലഞ്ച് എടുത്ത് പോകുന്ന ഹേമാങ്കൻ പോകുന്ന വഴിയിൽ നാരദമുനി ഇടപെടുന്നു. നാരദമുനി ചോദിക്കുമ്പോൾ പറയുന്നു, എന്താ എവിടെ പോണേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹേമാങ്കൻ പറയില്ല, എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ടേ, ഞാൻ 2 മനുഷ്യരെ ഇങ്ങനെ തമ്മിൽ ഒന്നിപ്പിക്കണം, എന്നിട്ട് ഭൂമി ഇല്ലാണ്ടാക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കണം, മാനവകുലത്തെ മൊത്തത്തിൽ രക്ഷിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഹേമാങ്കൻ പോകുന്നത്. അപ്പോൾ നാരദമുനിയാണ് പറയുന്നത്, ഇത് വന്നിരിക്കുന്നത് മുനിയാണെന്നൊന്നും പുള്ളിക്കറിയില്ല. പറയുന്നു, ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ നീ നേരെ ദമയന്തി എന്ന് പറഞ്ഞിട്ട് വിദർഭയിലേക്ക് ചെല്ലുക. വിദർഭയിൽ ദമയന്തി എന്ന് പറഞ്ഞിട്ടൊരു സുന്ദരിയായ സമർത്ഥയായ ഒരു രാജകുമാരി ഉണ്ട്, നിനക്ക് പറ്റിയ ആളായിരിക്കും. അതുപോലെ തന്നെ നീ നിഷാധരുടെ രാജാവായിട്ടുള്ള നളൻ എന്ന് പറയുന്ന വേറൊരു കക്ഷിയുണ്ട്. ഇവരെ 2 പേരും തമ്മിൽ നീ ഒന്നിപ്പിക്കുകയാണെങ്കിൽ നിന്റെ പരിപാടി ഏറ്റവും പെട്ടെന്ന് തീരുന്ന ഒന്നാണ്. അപ്പോൾ ഹേമാങ്കൻ ചോദിച്ചു, അത്രേ ഉള്ളൂ, നീ ഇവരെ 2 പേരെ ഒന്നിപ്പിച്ചാൽ നീ ഈ ഉദ്യമത്തിൽ ജയിച്ചു. ഇത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഞാനെന്നാ അത് ഏറ്റെടുക്കുന്നു, ഇതാ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരെ വിദർഭയിലേക്ക് പോകുന്ന ഹേമാങ്കൻ. മറ്റ് ഹംസങ്ങളൊക്കെ പറയണ്ട, ഈ ദേവന്മാരുടെ 1ാം ലോകത്തേക്കോ അസുരന്മാരുടെ 2ാം ലോകത്തേക്കോ പോകാണ്ട് ഈ മനുഷ്യന്മാരുടെ 3ാം ലോകത്തേക്ക് നീ എന്തിനാണ് പോകുന്നത്? 3rd വേൾഡ് കൺട്രിയിലേക്ക് പോകണം എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ കാരണം ഇവിടുത്തെ പ്രശ്നമൊന്നും അവിടെ ഇല്ലല്ലോ, അവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഇയാളെ നിഷാദനാണെന്നും മറ്റേ വിദർഭയിലെ രാജകുമാരിയാണെന്നും. അതെ, ഈ മനുഷ്യരുടെ ഇടയിൽ കിടക്കുന്ന ഈ വേർതിരിവുകളെ കുറിച്ച് ഒന്നും അറിയാതെയാണ് ഹേമാങ്കൻ ഇതിൽ പോയി ഇടപെടുന്നത്. പക്ഷെ ഈ പുസ്തകം ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇത് വളരെ മനോഹരമായ ഒരു ഡിസ്നി ഫിലിം കാണുന്നത് പോലെ ആനന്ദേട്ടൻ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കെട്ടിലും മട്ടിലും വരുത്തിയിരിക്കുന്ന മാറ്റം നമുക്ക് പുതിയ അനുഭവമാണ്. എനിക്കൊന്ന് പുതിയ തലമുറയിലുള്ള ആളുകൾക്ക് പോലും ഈ നളദമയന്തി ആനന്ദേട്ടൻ്റെ ഈ പുസ്തകം വളരെ രസകരമായി വായിച്ചു പോകും. ഞങ്ങൾ തമ്മിൽ ഇത് കഥയായിട്ട് അവതരിപ്പിച്ചത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഒരു കഥ കഥ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിനുള്ള സമയം ആദ്യം ഞങ്ങൾ അതിവിടെ അവതരിപ്പിക്കാന്നാ വിചാരിച്ചത്. അതുപോലെ ഇപ്പൊ മാതൃഭൂമിയില് വേറൊന്നും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. എന്റെ മഹി എന്ന് പറയുന്ന ഒരു, ഞാൻ അതിലേക്ക് വരുമായിരുന്നു. അതായത് എല്ലാം ഈ അസുരന്മാരും അല്ലെങ്കിൽ പുരാണവും മാത്രമാണോ ആനന്ദേട്ടൻ എഴുതിയിട്ടുള്ളത്? ഇതൊന്നും അല്ലാതൊരു ആനന്ദേട്ടന്റെ എഴുത്ത് എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ബാഹുബലി ഉണ്ട്, പക്ഷെ കുട്ടികളുടെ ഒക്കെ എഴുതിയത് മഹിയാണ്. മഹിയുണ്ട്, പിന്നെ അസുര കിഡ്സ് എന്ന് പറഞ്ഞിട്ട് 2 കുണ്ടക്കനും മണ്ടക്കനും കുട്ടികളുടെ കഥയുണ്ട്. പക്ഷെ ഈ മഹിയിലേക്ക് വരാനായിട്ട് എന്തായിരുന്നു മഹി? ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ബുക്കും പെൻഗ്വിനായിട്ട് എനിക്കൊരു ഗ്രൂപ്പ് ഓഫ് ബുക്സിന് കരാറുണ്ട്. അപ്പോൾ അതിൽ എല്ലാ പുരാണ കഥകളും കുട്ടികൾക്ക് ചാപ്റ്റർ ബുക്സ് ആയിട്ടുണ്ട്. 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടികൾക്കുണ്ട്. പിന്നെ 10 ബുക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്കുള്ളത് എഴുതാനുള്ള ധൈര്യം വന്നത്. കുട്ടികളുടെ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വലിയ ആൾക്കാരെ പല ഭാഷയൊക്കെ കളിച്ച് പറ്റിക്കാം. കുട്ടികൾക്ക് കൃത്യമായിട്ട് കഥ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവരിത് എന്ത് ബുക്കാന്ന് പറഞ്ഞിട്ടു ഈ റെപ്യൂട്ടേഷൻ ഒന്നും ബാധകമല്ല. മറ്റേ നമുക്ക് പൊളിറ്റിക്സ് പറയാം,
ഐഡിയോളജി പറയാം, അങ്ങനെ വലിയ ആൾക്കാരെ പറ്റിക്കാൻ പല പരിപാടികളുണ്ട്. കുട്ടികളെ പ്യുവറായിട്ടുള്ള കഥ പറയാനേ പറ്റുള്ളൂ. ഒരു 10 ബുക്കും കുറേ സീരീസും ഫിലിംസും ഒക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ ബുക്കിലേക്കുള്ള ധൈര്യം വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ പെൻഗ്വിൻ്റെ അടുത്താണ് കരാറുള്ളത്. ഇപ്പോൾ സമുദ്രമന്ഥനം എല്ലാ കുട്ടികൾക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ കഥകൾ. 5 വയസ്സുള്ളത്, 10 വയസ്സുള്ളത്, 14 വയസ്സുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഇത് ഹാർപ്പർ കോളിൻസ് വന്നിട്ട് ഇത് അല്ലാത്ത കഥകൾ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ചലഞ്ചായിട്ട് വന്നപ്പോഴാണ് എന്നാ പിന്നെ ഇങ്ങനൊരു സാധനം ആന, ഞാൻ പണ്ട് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ആനയെ വരച്ചിട്ട് ഇന്തെന്ന് എഴുതിയിട്ടാണ് സൈൻ ചെയ്തിരുന്നത് ആനന്ദിന്. അപ്പൊ ആന എനിക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. അപ്പോ മഹി പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആനക്കുട്ടിയുടെ കഥ. അപ്പൊ ഇത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് കുട്ടിയായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു ആനക്കുട്ടിയുടെ കഥയാണ്. പക്ഷെ കുറച്ച് മുതിർന്നവർ വായിച്ചു കഴിഞ്ഞാൽ ഇത് വേറെന്തൊക്കെയോ ആണ്. കാര്യം ഇതില് ആനകളുടെ രാജ്യത്തിന് പേര് ആനസ്ഥാൻ എന്നാണ്. ആനസ്ഥാൻ ഭയങ്കര പൈതൃക സമ്പത്തുള്ള സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഇപ്പോ രാജ്യം ഭരിക്കുന്നത് ആനകളാണ്. പക്ഷെ അതിന് മുമ്പ് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ ആനസ്ഥാന്റെ ശത്രു രാജ്യം എന്ന് പറയുന്നത് പുലിസ്ഥാനാണ്. കൂടുതൽ വെജിറ്റേറിയൻസ് അനിമൽസ്, അതായത് ആന, പോത്ത്, പന്നി എന്നൊക്കെ തുടങ്ങിയ അവരാണ് ഇവിടെ ആനസ്ഥാനിലുള്ളത്. പുലിസ്ഥാനില് ചെന്നായി, കടുവ ഇങ്ങനെയുള്ള ആളുകൾ പുലിസ്ഥാനിൽ താമസിക്കുന്നു. പണ്ട് ഇതൊരൊറ്റ രാജ്യമായിരുന്നു, ഒറ്റ കാടായിരുന്നു. അത് ഈ പടിഞ്ഞാറ് നിന്ന് വന്ന സിംഹങ്ങളാണ്. പടിഞ്ഞാറെന്ന് പറയുമ്പോൾ ഗീർ ഫോറസ്റ്റ് പടിഞ്ഞാറാണല്ലോ. അപ്പോൾ ഈ പടിഞ്ഞാറുള്ള സിംഹങ്ങൾ ഭരിച്ചിരുന്ന കാലത്താണ് ഇത് ഒറ്റ രാജ്യമായിരുന്നു. അവർ പോണ പോക്കില് ആനസ്ഥാനും പുലിസ്ഥാനെയും രണ്ടാക്കിയിട്ടാണ് അവരങ്ങ് പോയി. ഈ ആനസ്ഥാനിലെ CEO ആണ് മറ്റേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അല്ലല്ല, ഇത് ആനസ്ഥാനാണ്. ഇത് ചീഫ് എലിഫന്റ് ഓഫീസർ. ഈ ചീഫ് എലിഫന്റ് ഓഫീസർ ഉള്ള സ്ഥലമാണ് ഇത്. അപ്പൊ അവിടെ ഇലക്ഷൻ ഉണ്ട്. അപ്പൊ ഒരു മണ്ടനായിട്ടുള്ള ഒരു ആനക്കുട്ടിയാണ് മഹി. വളരെ കുട്ടിയായിട്ടുള്ളൊരു ആനയാണ്. അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവന് നല്ല ഉത്സാഹമൊക്കെ ഉണ്ട്. അവൻ്റെ ആഗ്രഹം പറക്കുക എന്നുള്ളതാണ്. അതിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷെ അവൻ്റെ അമ്മ ആയിട്ടുള്ള ഇളയ്ക്ക് ഇവന്റെ ഈ ആഗ്രഹങ്ങളും ഇവന്റെ ഈ മണ്ടത്തരങ്ങളും ഒക്കെ കാരണം ഇവനെ ഇടയ്ക്കിടയ്ക്ക് പപ്പു എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇവനെ പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നടക്കണത്. അതെ. ഈ പുലിസ്ഥാനിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ പുലികള് തീവ്രവാദി ആക്രമണമൊക്കെ നടത്തൂടെ, നുഴഞ്ഞു കയറി വരും. അപ്പോ അവരെയൊക്കെ ചേർത്ത് നിൽക്കണം. അപ്പൊ ഇതിന് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവുണ്ട്. അതെ, അവിടെ ഉണ്ടല്ലോ ഒരാള്. അയാളുടെ പേര് വളരെ രസകരമായിട്ടുള്ള ഒരു പേരാണ്. നമുക്ക് ഇവിടെ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ്, അതായത് രാജ്യഭരണം എങ്ങനെയെങ്കിലും ഈ CEO കയ്യിൽ നിന്ന് തട്ടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ എലിഫന്റിന്റെ പേര് ട്രംപോ എന്നാണ്. ട്രംപോ ദ ജംബോ എന്ന് പറയുന്ന ഒരു എലിഫന്റ് ഉണ്ട്. അയാൾക്ക് ഒരു മുദ്രാവാക്യം തന്നെയുണ്ട്, മഗ. അതെ, മഗ എന്ന് പറഞ്ഞാൽ മുകേഷ് അംബാനി ഗൗതമഡാനി അല്ല കേട്ടോ, അത് വേറെ മഗ. ഈ മഗ എന്ന് പറയുന്നത് മേക്ക് ആനസ്ഥാൻ ഗ്രേറ്റ് അഗെയിൻ. അതെ, മേക്ക് ആനസ്ഥാൻ ഗ്രേറ്റ് അഗെയിൻ എന്നാണ് ആ വേർഡ്. പുള്ളി എപ്പോഴും പറയുന്നത് അതാണ്. അങ്ങനെ ഇയാള് ഒരു സമയത്ത് ഈ ആനസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുകയാണ്. ചതിയിലൂടെയാണ് ഇളയെ ഇല്ലായ്മ ചെയ്തിട്ട് ഇയാൾ ഈ ഭരണം പിടിച്ചെടുത്തതിന് ശേഷം പുള്ളിയുടെ ഒരു റൈറ്റ് ഹാൻഡ് ആയിട്ട് ഒരു ആളെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വർഷങ്ങളായി സൈലന്റ് വാലിയിൽ ധ്യാന നിമഗ്നനായിരുന്നിരുന്ന ഒരു യോഗി എന്നാണോ, കബി വബി. അദ്ദേഹം ഒരു ഗുരുവാണ്. അദ്ദേഹത്തെയാണ് ഈ ആനസ്ഥാനിലേക്ക് കൊണ്ടുവരുന്നത്. അതെ, അവരിവിടെ വന്നിട്ട് ഈ ആനകളെയൊക്കെ ചട്ടം പഠിപ്പിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെയല്ല, ആന മെയിനായിട്ട് വന്നു കഴിയുമ്പോ ഈ ആനകളെ ആദ്യം ബോഡി ഷെയിം ചെയ്യാണ്. നിങ്ങൾ കറുത്തിരിക്കണു, അതെ, എന്റെ തൈലങ്ങളും ലേപനങ്ങളും ഉപയോഗിക്കൂ, ഈ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പോലെ അല്ലെ. അതെ, പിന്നെ യോഗ ചെയ്ത് തടി കുറച്ചു, മരം കയറൂ ഞങ്ങളെ പോലെ. അങ്ങനെ ആനകളെ മറ്റേ ഫെയർനെസ് ക്രീം ഇട്ട് വെളുപ്പിക്കുകയും അവരെ യോഗ ചെയ്ത് സ്ലിം ബ്യൂട്ടികളാക്കി മാറ്റുകയും ചെയ്യുന്ന അത്തരത്തിൽ രസകരമായ, അതായത് അതാ ഞാൻ പറഞ്ഞത്, കുട്ടികൾക്ക് വായിക്കുമ്പോൾ ഇത് ഒരു കുട്ടിക്കഥയായിട്ടും അതല്ലാതെ കുറച്ച് മുതിർന്നവർക്ക് ഇത് വായിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ. അതിന് മാനേജ്മെന്റ് ഉത്തരവാദിയല്ല, ഉത്സവ കമ്മിറ്റി ഉത്തരവാദിയല്ല അതിന്.
അങ്ങനെ രസമുള്ളൊരു പുസ്തകം കൂടി ആനന്ദേട്ടൻ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആനന്ദേട്ട, ഇനി ചോദിക്കാനുള്ളത് ആനന്ദേട്ടൻ്റെ പുതിയ ഇനി സിനിമയിലേക്കുള്ള വരവ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വാനര, അതായത് ബാലി, സുഗ്രീവൻ, താര, ദ ഫസ്റ്റ് എവർ ട്രയാങ്കുലർ ലവ് സ്റ്റോറി എന്നാണ് ആനന്ദേട്ടൻ തന്നെ ആ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ഒരു ട്രയാങ്കുലർ പ്രണയമുണ്ടായ കഥ അതിലൂടെയാണ് പറയുന്നത്. അത് സിനിമയാവാൻ പോകുന്നു എന്ന് അത് ആക്ച്വലി കോവിഡ് കുറെ സാധനം അടിച്ചുകൊണ്ട് പോയി. എൻ്റെ കോവിഡിന്റെ സമയത്ത് കോവിഡ് കൊണ്ട് ഗുണമുണ്ടായി ദോഷമുണ്ടായി. ആക്ച്വലി ആദ്യം വരേണ്ടിയിരുന്നത് ബാഹുബലി സീരീസ് എഴുതിയത്. ഇതൊരു എൻ്റെ മറ്റു ബുക്കുകളെ അപേക്ഷിച്ച് ബാഹുബലി എന്ന് പറയുന്നത് ഒരു കമ്മീഷൻഡ് വർക്കാണ്. അതായത് രാജമൗലി വിളിച്ച് ഈ സ്ഥാനത്തിൻ്റെ ഇത് അങ്ങനെ അസുര വായിച്ചതിന് ശേഷം ആദ്യം അസുര അങ്ങനെ വായിച്ചിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ അസുര എന്ന് പറയുന്ന ബുക്ക് ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ സംവിധായകരും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വേണ്ടാന്ന് വെച്ച ബുക്കാണ്. എല്ലാവരും കാലങ്ങളായിട്ട് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാവരായിട്ടും ഡിസ്കസ്, ശേഖർ കപൂർ മുതൽ എല്ലാവരായിട്ടും, മണിരത്നം മുതൽ എല്ലാവരായിട്ടും, മണിരത്നം, ശേഖർ കപൂർ, രാജമൗലി, രാകേഷ് അംബരാജ് മേര, രോഹിത് ഷെട്ടി, സകല ആൾക്കാരും എല്ലാവരായിട്ട് പരിചയം വരുന്നത് ഈ സാധനം വെച്ചിട്ടാണ്, അസുരയിലാണ്. പക്ഷെ ആരും ഇത് എടുത്തിട്ടില്ല, ചെയ്യാൻ വന്നിട്ടില്ല. അപ്പൊ ഇത് കമ്മീഷൻഡ് വർക്കായിരുന്നു ബാഹുബലിയുടെ സാധനം. അപ്പൊ അത് ചെയ്തെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു രാജമൗലിക്ക്. അപ്പൊ അത് വന്നത് തന്നെ ഭയങ്കര കോമഡിയാണ്. എനിക്ക് ആ കോള് വരണത് തന്നെ ഒരു കോമഡി ആയിരുന്നു. അത് ഞങ്ങളുടെ കോളേജ് റിയൂണിയൻ, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ റിയൂണിയൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ കോളേജിൽ നിന്ന് ഇറങ്ങി കുറേ സപ്ലിയൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ ദാസനും വിജയനും കമ്പനി, നാടോടിക്കാരിൽ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുടിഞ്ഞു പോട്ടെ ഇറങ്ങിയതാണ് കോളേജിൽ നിന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു ഏതോ ഇന്തോനേഷ്യയിലെ ഒരു ബില്യണറെ കുറിച്ച് വായിച്ചിരുന്നില്ലേ, അയാൾ കണ്ടമാനം കോടീശ്വരനായി കഴിഞ്ഞപ്പോൾ അയാൾ പഠിച്ച സ്കൂള് മേടിച്ചിട്ട് ബുൾഡോസർ വെച്ച് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ഞാൻ കോടീശ്വരനാവാൻ നിൽക്കുകയാണ്, എന്നിട്ട് വേണം പലതും തകർക്കാൻ, അല്ലേ, പലതും തകർക്കാനായിട്ട്. അപ്പൊ അവിടെ റീയൂണിയന് പോയപ്പോൾ ആ സമയത്ത് റീയൂണിയന് ഞാൻ ഈ കോളേജിലെ ജന്മത്ത് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പാസ്സായി പുറത്തിറക്കിയപ്പോൾ ഈ ജന്മത്ത് ഇനി ഇവർ വിളിക്കാതെ ഈ കോളേജിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പൊ അവര് വിളിച്ചു വരുത്തിയതാണ് ആ സമയത്ത് അവിടെ. അപ്പോൾ അവിടെ റിയൂണിയന് പോയപ്പോൾ നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ വാചകമൊക്കെ അടിച്ചിട്ട്, അപ്പം അന്ന് ഈ അസുര, അജയ ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ കുറച്ച് 2-3 സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയിൽ ഞാൻ പറഞ്ഞു ഇനി എല്ലാവരും വിളിക്കൂടാ, മറ്റേ ക്രിസ്റ്റഫർ നോളൻ വിളിക്കും, സ്പിൽബർഗ് വിളിക്കും, രാജമൗലി വിളിക്കും, എല്ലാവരും അന്ന് പറഞ്ഞ ഒരുമാതിരിപ്പെട്ട വിളിച്ചു. പിന്നീട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോള് വന്നു. അപ്പോൾ വൈഫ് കോളെടുത്തിട്ട് ഞാൻ എഴുതുന്ന സമയത്ത് ആരെന്നെ ഡിസ്റ്റർബ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ വൈഫ് കോളെടുത്ത് കഴിഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു രാജമൗലിയാണെന്ന്. ഞാൻ പറഞ്ഞു ഇത് എല്ലാം റേഡിയോക്കാരായിരിക്കും, ഇതുപോലത്തെ റേഡിയോക്കാരുണ്ടല്ലോ കുറേ. അപ്പോൾ അത് അവിടെ വെച്ചിട്ട് പോകാൻ പറ. അന്ന് റേഡിയോക്കാർക്ക് അത് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയും ഒരു സോപ്പ് പൗഡറും സമ്മാനമായിട്ട് കിട്ടുന്ന പ്രാങ്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അപ്പൊ ശരിക്കും രാജമൗലിയാണെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ തിരക്കിലാണെന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഞാനിത് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ട് ഞാൻ തിരക്കിലാണ്, തിരിച്ചു വിളിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് അന്ന് ഈഗോ ഇതൊക്കെ മഗധീരൊക്കെ ഹിറ്റായിട്ട് വെക്കണ സമയമാണല്ലോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മെയിൽ വന്നപ്പോൾ ഇത് ഇങ്ങനത്തെ ഓഫീസിൽ നിന്നാണ്, നിങ്ങൾ തിരക്കാണെന്ന് തോന്നി ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ്. ഞാൻ തിരിച്ചു വിളിച്ച് അയാൾ എടുക്കണില്ല. അതൊരു ടെൻഷനായി, വിളിയോട് വിളി. അയാൾ ഷൂട്ടിന് കയറിയിരുന്നു. ഞാൻ തിരിച്ച് വിളിച്ച് അവസാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം കയറി വരട്ടെ അങ്ങോട്ട് ഹൈദരാബാദിലേക്ക്. ഉള്ളത് ഇപ്പോഴൊന്നും വരണ്ട, ഞാൻ സമയം തരാം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ വന്ന് പുള്ളി അസുരയുടെ കാര്യം അതൊക്കെ ഡിസ്കസ് ചെയ്തു. എന്നിട്ട് അവസാനം പറഞ്ഞു ഞാൻ ഈ ബാഹുബലി ചെയ്യുമ്പോൾ 1 ലൈനർ ഉണ്ട്, ഈ ഒരു സാമ്രാജ്യത്തിൻ്റെ സ്റ്റോറി വേൾഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് അന്ന് നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയിലേക്ക് വരാൻ പോവാണ്. അപ്പോൾ ഇത് ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലെ വലിയൊരു ബുക്ക് സീരീസ് ആവണം, പക്ഷെ ടോട്ടലി ഇന്ത്യൻ ആയിരിക്കണം ഈ സാധനം. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ട്രൈ ചെയ്ത് നോക്കാം. കമ്മീഷൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം, അതും ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഈ 1 ലൈനർ വെച്ചിട്ട് ഈ ബാഹുബലിയുടെ സാമ്രാജ്യം ഞാൻ പറഞ്ഞൊരു എപ്പോൾ തരാൻ പറ്റും? ഞാൻ പറഞ്ഞൊരു 3 കൊല്ലം. പുള്ളി ഒറ്റ ചിരി, 100 ദിവസം ഉണ്ട് സമയം, 100 ദിവസത്തിൽ തരാമെങ്കിൽ എടുത്തു, അല്ലെങ്കിൽ പൊക്കോന്ന് പറഞ്ഞ് 100 ദിവസം കൊണ്ടാണ് റൈസ് ഓഫ് ശിവഗാമി എഴുതണം. ഞാൻ 60-64 ദിവസം കൊണ്ട് തീർത്തു അത്. റൈസ് ഓഫ് ശിവഗാമി അത് റേസായിരുന്നു, റേസ് അഗൈൻസ്റ്റ് ടൈം ആയിരുന്നു. അത് നെറ്റ്ഫ്ലിക്സ് പൈസയൊക്കെ തന്നു, ബുക്ക് റൈറ്റ്സ് എടുത്തു. ബുക്ക് റൈറ്റ്സ് എനിക്ക് തന്നെയായിരുന്നു. അത് നെറ്റ്ഫ്ലിക്സിന് വിറ്റ് അവരിത് വലിയ സീരീസായി.
ഇവർ ഷൂട്ടിങ്ങും തുടങ്ങി ബോംബെയിൽ. വലിയ സെറ്റ് ഇട്ട് ഒരു 120 കോടി രൂപ അവർ പൊടിച്ചു അതിൽ. കാരണം അവരുടെ ഏറ്റവും വലിയ ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെ സീരീസ് ആയിരുന്നു അത്, റൈസ് ഓഫ് ശിവഗാമി. ഞാൻ ചതുരംഗം എഴുതിയിട്ടില്ല. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് എഴുതണ്ട, സായിപ്പിനെ കൊണ്ട് എഴുതിക്കാന്ന് പറഞ്ഞ് സായിപ്പിനെ കൊണ്ടുവന്ന് അവർ എഴുതാനും തുടങ്ങി സ്ക്രീൻ പ്ലേ. വലിയ സീരീസാണ്, എനിക്ക് അത്ര സ്ക്രീൻ പ്ലേ ചെയ്ത് പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ബുക്ക് എഴുതുകയും ചെയ്യണമല്ലോ. ഈ സായിപ്പ് വന്നിട്ട് അയാൾക്ക് തോന്നിയ കഥാപാത്രങ്ങളൊക്കെ കൊന്ന്. എൻ്റെ 2ാം ബുക്കിൽ നായകനാവണതിനൊക്കെ സായിപ്പ് ഒന്ന് കൊന്ന്. ശരി. ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ ചോദിക്കണം, അയ്യോ ഈ കഥാപാത്രം. ഞാൻ പറഞ്ഞു തൻ്റെ അടുത്ത് ആര് പറഞ്ഞ് കൊല്ലാനായിട്ട്, എൻ്റെ അടുത്ത് ചോദിക്കണ്ടേ? കണ്ണി കണ്ടൊരു വെട്ടിക്കൊല്ലുക സായിപ്പാന്ന് പറഞ്ഞാൽ ഒരു മര്യാദ വേണ്ടേ? എന്നിട്ട് അവർ വീണ്ടും അത് റീഷൂട്ട് ചെയ്തു കുറേ ഭാഗങ്ങൾ. ഇത്രയൊക്കെ വെച്ചപ്പോഴേക്കും കോവിഡ് സ്ട്രൈക്ക് ചെയ്തു. കോവിഡ് സ്ട്രൈക്ക് ചെയ്ത് 4 കൊല്ലം 3.5 കൊല്ലം ഇവരാണെങ്കിൽ കറക്റ്റ് ബാക്കി പ്രൊഡ്യൂസേഴ്സൊക്കെ ആരും ഒളിച്ച് പതുങ്ങിയൊക്കെ ഷൂട്ടിങ് നടത്തും. ഇവർ വലിയ കോർപ്പറേറ്റ് ആയതുകൊണ്ട് അവർ കറക്റ്റ് നിയമം പാലിച്ചിട്ട് ഇതൊക്കെ ചെയ്യുള്ളൂ. 4 കൊല്ലം ഷൂട്ടിങ് നടന്നില്ല. അപ്പോൾ 8 വയസ്സുള്ള കുട്ടി അപ്പോഴേക്കും 12 വയസ്സും 13 വയസ്സായി. 1-2 കഥാപാത്രങ്ങൾ മരിച്ചുപോയി, കണ്ടിന്യൂറ്റി മുഴുവൻ പോയി. ഒരു പ്രൊജക്റ്റ് അബാൻഡൻ ചെയ്തു. അപ്പോൾ ഇപ്പോൾ അത് നെറ്റ്ഫ്ലിക്സിൻ്റെ അടുത്ത് റൈറ്റ്സ് ഉണ്ട്, പ്രൊജക്റ്റ് അബാൻഡൻ ചെയ്തു. അതേ സമയത്ത് തന്നെ ആനന്ദ്രായ് കളർ യെല്ലോ ഫിലിംസ് വാനരയുടെ ബുക്ക് റൈറ്റ്സ് എടുത്തിരുന്നു. അതും ഇതേപോലെ ഇതെന്താ ഗുണം എന്ന് വെച്ചാൽ 2ന്റെ പൈസ എനിക്ക് കിട്ടി, പക്ഷെ പുറത്ത് വന്നില്ല ഇത് 2ഉം. ഇപ്പോൾ വാനര വീണ്ടും റിവൈവ് ആയി വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കർണൻ, രാകേഷ് ഒംപ്രകാശ്മാരുടെ കൂടെ 2 പാർട്ടായിട്ട് കർണൻ തിരക്കഥ എഴുതി ഫിനിഷ് ചെയ്തു. പിന്നെ ഒരു ഫാൻറ്റസി ഫിലിം രോഹിത് ഷെട്ടിയുടെ കൂടെ ഫിനിഷ് ചെയ്തു. പിന്നെ ഇപ്പൊ വന്ന കാരണം ഇപ്പൊ ഒരു രാമായണം ബേസ്ഡ് ആയിട്ട് ഫുള്ള് ഇതേപോലെ. ഇതിപ്പോ ഇതിലെ കഥാപാത്രത്തിന്റെ സ്കിൻ ടോണൊക്കെ ഇതൊന്നും ആക്ച്വൽ കഥാപാത്രമല്ല. ഇത് ശരിക്കും ഒരു 6 മാസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തിരിച്ചറിയാൻ പറ്റൂല. ഇത് 15 മിനിറ്റ് കൊണ്ട് ചെയ്തതാണ്. ഈ സ്കിൻ ടോണും ആൾക്കാരുടെ സംസാരം ഒക്കെ കുറെ കൂടി നാച്ചുറലോ. ഇത് ക്രൂഡ് വർക്കാണ് ഈ കാണുന്നത്, വെരി റഫ് സ്കെച്ചാണ്. ഇതുപോലെ ഹൈപ്പർ റിയാലിസ്റ്റിക് ആയിട്ട് പുതിയ ടൂൾസ് വെച്ചിട്ട് രാമായണം ചെയ്യുക, അതും വരുന്നുണ്ട്. അപ്പൊ ഈ 3-4 ഫിലിംസ് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം, എന്റെ പല ബുക്സും ഭയങ്കര ബഡ്ജറ്റ് വേണ്ട സാധനങ്ങളാണ്. അങ്ങനത്തെ സിനിമയായിട്ട് VFX ചെയ്യണേ ഭയങ്കര ബഡ്ജറ്റ് വേണം. ഇപ്പോ ഇതിലേക്ക് പോയതോടുകൂടി ചടപടാന്ന് പല ബുക്സിന്റെയും ബുക്ക് റൈറ്റ്സും ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഇത് വരുന്നുണ്ട്. ഉടനെ തന്നെ ഇപ്പോൾ സിനിമകളും സീരീസും ധാരാളം വരുന്നുണ്ട്. അത് എൻ്റെ അല്ല, ഇപ്പൊ ഏറ്റവും റൈറ്റേഴ്സിന് ഏറ്റവും നല്ല ടൈമാണ് ഇത്. ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇത്. ഇപ്പൊ റൈറ്റേഴ്സ് ഇല്ല ആവശ്യത്തിന്. കാരണം ഇത് ഇമേജ് ഉണ്ടാക്കും, പക്ഷെ ഇതിന് കഥ എഴുതാൻ പറ്റിയിട്ടില്ല അതുവരെ. അപ്പൊ നമ്മുടെ പണി പോകാൻ കുറച്ചും കൂടി സമയമുണ്ട്. ചിലപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മുടെ എല്ലാവരുടെയും പണി പോകും. ഓൾറെഡി അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇപ്പോൾ നമ്മൾ കാണണ അഡ്വർടൈസ്മെന്റ്സിൽ പലർക്കും അറിയണ്ടാവും. ഇവിടെ എന്നാലും ഞാൻ കുറച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയണമെന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ L&Tയുടെ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ഉണ്ട് ബോംബെയിൽ. അവരിതേപോലെ അവരുടെ സ്റ്റുഡിയോ അവരിങ്ങനെ ഈ ഇൻഡസ്ട്രിയിലുള്ളവരെ വിളിക്കും എന്തൊക്കെയാണ് ഡെവലപ്മെന്റ് വരുന്നതെന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അവർ അഗ്രിഗേറ്ററാണ്. എന്ന് വെച്ചാൽ ലോകത്ത് പല മോഡൽസ് ഉണ്ട്, ഇമേജ് മോഡൽസ് ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ചൈനയിലുണ്ട്, ഇന്ത്യയിൽ കുറവാണ്, അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്. ഇവരിതെല്ലാം കൂടി അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യണതിന് പകരം ഇത് മൊത്തം ഒരു എല്ലാത്തിനും ലൈസൻസ് ഒരു പൈസ കൊടുത്ത് എടുത്തിട്ട് ഇവരിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇവർ ഏതാണോ നല്ലത് ഇപ്പോൾ ചില മോഡല് പുറകിലുള്ള ഈ കൊട്ടാരം ഉണ്ടാക്കാൻ നല്ലതായിരിക്കും, ചിലത് ആളുകളുടെ ഫേസ് ഉണ്ടാക്കാൻ നല്ലതായിരിക്കും. ഇവർ പല ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ AWS എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടൂൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്, അവരുടെ മാത്രം ടൂളാണ്. പക്ഷെ ഈ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പല ടൂൾസ് എടുത്തിട്ട് ചെയ്യും. അപ്പൊ അവരൊരു 8-10 അഡ്വർടൈസ്മെന്റ് കാണിച്ചു തന്നു. അഡ്വർടൈസ്മെന്റ് ഫീൽഡിന്റെ വെടി തീർന്നു എന്ന് പറയാം. ശരി, എന്താ വെച്ചാ ഒരു അഡ്വർടൈസ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ഒരു 10-15 എണ്ണം ഈ കഴിഞ്ഞ ആഴ്ച കണ്ടവരുടെ അത് ഇതൊക്കെ ലോഞ്ച് വരുന്ന പ്രൊജക്റ്റാണ്. ഒരു ദിവസം കൊണ്ട് തീരുക. അപ്പോൾ ഒരു 15 കോടി വരേണ്ട ഒരു അഡ്വർടൈസ്മെന്റ് ഫിലിം 1 മിനിറ്റിൻ്റെത് 1 കോടിക്ക് താഴെ ഉള്ളതിൽ ഒരു ദിവസം കൊണ്ട് ഡെലിവറി ചെയ്യാണ് അവർ. അതും ലോറിയലിന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ്, അതായത് സ്കിൻ ടോണൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്. അതിന് ജിങ്കിൾ എഴുതുന്നു, ജിങ്കിൾ എഴുതുന്നു, മ്യൂസിക് ചെയ്യുന്നു, ജിങ്കിൾ എഴുതുന്നു. ഇതൊക്കെ വെറും പ്രോംപ്റ്റിൽ കളിയാണ്. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയേഴ്സ് ആവും നമ്മളൊക്കെ. അപ്പൊ റൈറ്റേഴ്സിന്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് കൊടുക്കാന്നുള്ള പഠിക്കുന്ന രീതിയിലേക്ക് എഴുത്ത് പോവുകയാണ്. അതിന് എഴുതാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതായത് അവര് പറഞ്ഞു അതും ചെയ്യുന്നു. എന്താ വെച്ചാൽ നമ്മൾ ഈ മറ്റേ ഇയാൾക്ക് ഭസ്മാസുരന് വരം കൊടുക്കണ പോലെയാണിത്. ഞാൻ ഈ പ്രോംപ്റ്റ് ഇതിന് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് ഇത്
റൈറ്റ് ഇൻ ആനന്ദ് നീലകണ്ഠൻ സ്റ്റൈൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അവൻ സാധനം- ഈ ലാർജ് ലാംഗ്വേജ് മോഡൽ ഇത് ലേൺ ചെയ്തിട്ട് ആ പ്രോംപ്റ്റ് എന്നൊക്കെ നന്നായിട്ട് എഴുതും. എന്റെ അമ്മോ, ഇത് അതാണ് ഫ്യൂച്ചർ ഇനി. ഭീകര ലോകമാണ്. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊജക്ട് ഒക്കെ സൈൻ ചെയ്യാണ്. എനിക്കറിയാതെ വെടിതീരാണ്. പെട്ടെന്ന് ഈ സാധനം കാശ് മേടിച്ച് എടുത്തോ എന്താ 6 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്യാന്നത്രം ചെയ്തിട്ട് മുങ്ങാന്നുള്ളതാണ്.